എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയാണ് പാനം നാഥ, എന്നെ നിനക്കു സുഗന്ധമാതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. എന്നാഥാ നിൻ തിരുമുൻപിൽ ആത്മശരീരമനസ്സുകളെ ശോഭകലർന്ന വിളക്കുകളായി ഞാൻ കത്തിപ്പാറാകണമേ. ആത്മശരീരമനസ്സുകളാ എന്നോടെ തിരുമുൽ കാഴ്ചകളെ താതസുദാശ്വാസപ്രദനേ അൻപോടു കൈക്കൊണ്ടിടണമേ. നമ്മുടെ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, ഏറ്റവും അനുഗ്രഹീതമായ ഒരു വെള്ളിയാഴ്ച കാലം പ്രഭാതം ഞങ്ങളുടെ പുണ്യവാൻ്റെ മണ്ണിൽ ഒരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും ദൈവസന്നിധിയിൽ ഞങ്ങളുടെ സങ്കടങ്ങളെ, കണ്ണുനീരുകളെ, പ്രയാസങ്ങളെയൊക്കെ പങ്കുവെച്ച് അവിടുത്തെ കൃപയ്ക്കായി പ്രതീക്ഷിച്ചുകൊണ്ട് തമ്പുരാനെ അവിടുത്തെ ദേവാലയത്തിൽ ഞങ്ങളായിരിക്കുന്നു. വെള്ളിയാഴ്ച ദിവസം തമ്പുരാനെ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ക്രൂശിൽ യാഗമായ അനുഗ്രഹീതമായ ദിവസമാണല്ലോ തമ്പുരാനെ. ഞങ്ങളെ വീണ്ടെടുത്ത അനുഗ്രഹീതമായ ദിവസത്തെ പ്രതി തമ്പുരാനെ നന്ദി പറയുന്നു. കൂടി വന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും തമ്പുരാനെ. വിവിധ ദേശങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് തമ്പുരാനെ ആരാധനയ്ക്കായി കൂടി വന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ട് തമ്പുരാനെ. ഞങ്ങളുടെ പുണ്യവാൻ്റെ സന്നിധിയിൽ തമ്പുരാനെ ഞങ്ങൾ സമർപ്പിക്കുന്ന അപേക്ഷ തമ്പുരാനെ അവിടുന്ന് കൈക്കൊണ്ട് ഞങ്ങളുടെ യാചനകൾക്ക് മറുപടി നൽകണമേ. ഞങ്ങൾ കേൾക്കുന്ന ദൈവിക വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരത്തിനും മാറ്റത്തിനുമൊക്കെ ആയിത്തീരുവാൻ തക്കവണ്ണം ഇടയാകണമേ. തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് തമ്പുരാനെ, അതൊക്കെ ഒന്ന് തിരുത്തി ദൈവാശ്രയത്തോടുകൂടി ഈ പുതിയ വർഷം മുന്നേറുവാൻ തക്കവണ്ണം ഞങ്ങളെ പ്രാപ്തരാക്കണമേ. കുറവുള്ളതായ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കൈക്കൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പരിമല സെമിനാരി മാനേജർ വന്ദനായ എൽദോച്ചൻ, അസിസ്റ്റൻ്റ് മാനേജർമാർ വന്ദനായ മാത്തുക്കുട്ടി അച്ഛൻ, എൻ്റെ സഹപാഠി കൂടിയായിരിക്കുന്ന വന്ദനായ ജെറിൻ അച്ഛൻ, പല ദേശങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് പരിമലനാഥൻ്റെ മണ്ണിലേക്ക് ഒരല്പസമയം കടന്നു വന്ന് ഒരുമിച്ച് ധ്യാനിപ്പാൻ തക്കവണ്ണം കൂടി വന്നിരിക്കുന്ന വിശ്വാസ സമൂഹമേ, നിങ്ങൾക്കേവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. നമ്മളൊക്കെ യാത്ര ചെയ്താണ് ഇവിടെ വന്നത് അല്ലേ? പല ദേശങ്ങളിൽ നിന്ന് പല സമയത്ത് നമ്മൾ ഭവനം വിട്ട് ഇറങ്ങി ഈ പരിമലയുടെ മണ്ണിൽ ഈ ദേവാലയത്തിൽ വന്ന് ദൈവം മുൻപാകെ നമ്മുടെ തലകളെ വണക്കി പ്രാർത്ഥനയോടുകൂടി ഈ നിമിഷങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ നമ്മുടെ യാത്രകൾക്കപ്പുറത്തേക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ചില നല്ല വഴികളെ ഒന്ന് കണ്ടെത്തുവാൻ തക്കവണ്ണമുള്ള ഒരു അവസരമാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെയാണല്ലോ നമ്മളൊക്കെ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ്. ഒരുപാട് യാത്രകൾ നമ്മൾ പോകുന്നവരാണ്. ഒരു ഭാഗത്ത് നമ്മുടെ തീർത്ഥാടന യാത്രകൾ നടക്കുമ്പോൾ അതിൻ്റെ മറുഭാഗത്ത് തന്നെ ഒറ്റയ്ക്കും ഒരുമിച്ചും കുടുംബമായിട്ടുമൊക്കെ പല ദേശങ്ങളിലേക്ക് നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. ഒരുപക്ഷെ ഒരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് കുറേ കൂടെ മുൻപിൽ ആ ദേശത്തെത്തിയിരിക്കും അല്ലേ? ഒരു ദേശത്ത് പോകണമെന്ന് നമ്മൾ അതിയായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ വീട്ടിൽ പാക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ഇവിടെ ആയിരിക്കും.
നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഒരല്പം മുൻപേ പോകും. അങ്ങനെയൊക്കെ വിവിധ തലങ്ങളിൽ യാത്രകളെ ഇഷ്ടപ്പെടുകയും വിവിധ വൈവിധ്യങ്ങളാർന്ന രുചികൾ, ഭക്ഷണങ്ങളൊക്കെ ആസ്വദിച്ച് നമ്മുടെ ജീവിതങ്ങളെയൊക്കെ നമ്മൾ ക്രമീകരിക്കുന്നു. പക്ഷേ ഓരോ വ്യക്തികൾക്കും ഓരോ യാത്രയിലും അനുഭവങ്ങൾ വ്യത്യാസമാണ്. നമ്മുടെയൊക്കെ യാത്രയുടെ ഡെസ്റ്റിനേഷൻസ് വ്യത്യാസമുണ്ട്. നമ്മൾ പോകുന്ന ദിവസം, സമയം, കാലഘട്ടം ഇതൊക്കെ നമ്മൾ ആലോചിക്കുന്ന നമ്മുടെ തീരുമാനങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ്. എല്ലാവർക്കും അത് വ്യത്യസ്തമാണ്. ഒരു യാത്രയ്ക്ക് അപ്പുറത്തേക്ക് നമ്മുടെയൊക്കെ ആലോചനകൾ ഓരോ വ്യക്തികൾക്കും അത് വ്യത്യാസമുള്ളതായിരിക്കും. അങ്ങനെ വ്യത്യസ്തമായ യാത്രാനുഭവങ്ങൾ ഒരുപാടുള്ള നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ചെറിയ ഒരു ആത്മീയ യാത്രയിലേക്ക്, ഒരു തീർത്ഥാടനത്തിലേക്ക് ഒരല്പനേരം ഒരുമിച്ചൊന്ന് സഞ്ചരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മലയാളികൾ പ്രത്യേകിച്ച് പരിചയപ്പെട്ട ഒരു ദക്ഷിണ അമേരിക്കൻ നോവലിസ്റ്റ്, എഴുത്തുകാരനുണ്ട്. ഒരു സിനിമയിൽ കൂടി പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ്. ആരായിരുന്നു? പൗലോ കൊയ്ലോ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ. ഒരു സിനിമയിൽ കൂടിയാണ് മലയാളികൾ അധികം പേരും ഈ പൗലോ കൊയ്ലോ എന്ന് പറയുന്ന നോവലിസ്റ്റ്, എഴുത്തുകാരനെ പറ്റി നമ്മളൊക്കെ പരിചയപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു എഴുത്ത് നോവല് ദ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം വളരെ അപ്രതീക്ഷിതമായിട്ട് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ, അതിനെപ്പറ്റി കേട്ട് കഴിഞ്ഞപ്പോൾ ഈ പൗലോ കൊയ്ലോയുടെ ഒരു പുസ്തകം വായിക്കണമെന്ന് ആഗ്രഹിക്കും. വളരെ അപ്രതീക്ഷിതമായിട്ട് ഈ പുസ്തകം കയ്യിലേക്ക് വരികയാണ്. അപ്പോൾ അതിൻ്റെ താളുകളൊന്ന് മറിച്ചപ്പോൾ സാന്റിയാഗോ എന്ന് പറയുന്ന 18 വയസ്സുകാരനായ ഒരു ഇടയ ബാലൻ, ആ ചെറുപ്പക്കാരനെ പറ്റിയാണ് ഈ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകം പറഞ്ഞു വച്ചിരിക്കുന്നത്. തൻ്റെ ആടുകളുമായിട്ട് ആദ്യ ഭാഗത്ത് തൻ്റെ സ്വന്തം ആടുകളുമായിട്ട് ആടിനെ മേയ്ക്കാൻ പോവുകയും പല ദേശങ്ങളിലേക്ക് പോവുകയും വിശ്രമ സമയങ്ങളിൽ ആടുകളോട് സംസാരിക്കുകയും വഴിയിൽ കാണുന്ന അത്ഭുതങ്ങളൊക്കെ ആടുകളെ ചൂണ്ടിക്കാണിച്ച് അതിനെപ്പറ്റിയൊക്കെ ആടുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന സാന്റിയാഗോ എന്ന് പറയുന്ന ഒരു 18 വയസ്സുകാരൻ്റെ ചിത്രമാണ് അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അവൻ ഒരുപാട് യാത്രകൾ ഇഷ്ടപ്പെടുകയാണ്. എന്നാൽ ഒരു ഘട്ടത്തിൽ ഈ ആടുകളെയൊക്കെ വിറ്റുപിറക്കുകയും അവൻ്റെ യാത്ര അവൻ ആഗ്രഹിച്ചിടത്തേക്ക് പോകുവാൻ തക്കവണ്ണം ഒരുങ്ങുകയാണ്. അങ്ങനെ യാത്ര പോകുന്നതിനെ പറ്റി ആ പുസ്തകത്തിൽ ഇപ്രകാരം ഒന്ന് പറഞ്ഞു വച്ചിരിക്കുന്നുണ്ട്. ദൈവം ഓരോരുത്തർക്കും ഓരോ വഴി നിശ്ചയിച്ചിരിക്കുന്നു. ആ വഴിയിൽ ഓരോരുത്തർക്കും ചില അടയാളങ്ങൾ കുറിച്ചിട്ടുണ്ടാകും. അതാദ്യം തിരിച്ചറിയണം, പിന്നെ യാത്ര എളുപ്പമാകും. എന്താ പറഞ്ഞേ? ദൈവം നമുക്ക് ഓരോരുത്തർക്കും യാത്രകൾ നൽകും. പോകുന്ന വഴിയിൽ നമുക്ക് ചില അടയാളങ്ങൾ നൽകും. ഈ അടയാളം എൻ്റെതാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി ഇതെനിക്കുള്ള അടയാളമാണെന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്താണ് ഈ യാത്ര എളുപ്പമാകുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. അങ്ങനെ ചില അടയാളങ്ങൾ രേഖപ്പെടുത്തിയ ഒരു യാത്രയിലേക്കാണ് ഒരേ മനസ്സോടെ ഒറ്റ ലക്ഷ്യത്തിലേക്ക് കടന്നു പോകുന്ന കുറേ മനുഷ്യർ. അവരെ പറ്റിയാണ് നമ്മളിന്ന് ധ്യാനിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൽ ശരണപ്പെടുന്നത്. ഏകദേശം BC 607, 586 കാലഘട്ടങ്ങളിൽ അന്നത്തെ കാലത്ത് വളരെ ശക്തമായി ബാബിലോണിയൻ പ്രവാസം നമുക്കൊക്കെ വളരെ സുപരിചിതമാണ്. നമ്മളൊക്കെ ഒരുപാട് അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ, ബാബിലോണിയൻ പ്രവാസത്തെ പറ്റി കേട്ടുവരിക. അതുകൊണ്ട് അത് അധികമായിട്ട് ആ ഭാഗത്തേക്ക് കടക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നില്ല. നമുക്കൊക്കെ അറിയാവുന്ന ചരിത്രമാണല്ലോ. ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തിൻ്റെ സ്വന്തം ജനം മിസ്രൈം അടിമത്തത്തിൽ നിന്നൊക്കെ യഹോവയാം ദൈവം തൻ്റെ ജനത്തെ വീണ്ടെടുത്തു. മരുഭൂ യാത്രയിൽ കൂടി നടത്തി പാലും തേനും ഒഴുകുന്ന കനാന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു. അവരെ സുരക്ഷിതരായി അവരുടെ ജീവിതത്തിന് കൃത്യമായ ഒരു സ്ട്രക്ചർ, ആരാധന ജീവിതം കൃത്യമായിട്ടും അവർക്ക് നൽകി. യഹോവയാം ദൈവത്തെ ആരാധിക്കണമെന്നുള്ള മതപരമായ ആരാധനപരമായ പശ്ചാത്തലങ്ങളൊക്കെ ഈ ജനത്തിന് നൽകി. അവരെ ഭരിക്കുവാൻ തക്കവണ്ണം രാജാക്കന്മാരെയൊക്കെ ആക്കി അവർക്ക് വേണ്ട സമൃദ്ധിയൊക്കെ ദൈവം നൽകി. പക്ഷേ പല സന്ദർഭങ്ങളിലും ഈ ദൈവജനം അവരുടെ സ്വഭാവം കൊണ്ടൊക്കെ പലപ്പോഴുമൊക്കെ ഒന്ന് തെറ്റിപ്പോകുവാൻ തക്കമുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ. അങ്ങനെ
തെറ്റിപ്പോകുന്ന സന്ദർഭം, അവരുടെ ഇടയിലുണ്ടാകുന്ന പ്രതിസന്ധികൾ, തെറ്റുകുറ്റങ്ങളൊക്കെ വർദ്ധിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ബാബിലോണിയൻ രാജാവായ നെബൂഖദ്നേസർ രാജാവ് പല സന്ദർഭങ്ങളിലായിട്ട് യെരൂശലേമിലേക്ക് കടന്നു വരികയും ഈ ജനത്തെ പല സന്ദർഭങ്ങളിലായിട്ട് പിടിച്ചുകൊണ്ട് ബാബിലോണിലേക്ക് പോവുകയും ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകുന്നു. ഇതാണ് ഏറ്റവും ചുരുക്കി ഈ ബാബിലോണിയൻ പ്രവാസത്തിനുണ്ടാകുന്ന അതിൻ്റെ പശ്ചാത്തലമെന്ന് പറയുന്നത്. അങ്ങനെ ഒന്ന് രണ്ട് സമയത്തായിട്ട് ഈ യെരൂശലേമിലുള്ള ദൈവജനത്തെ ബാബിലോണിലേക്ക് നെബൂഖദ്നേസർ രാജാവ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അത് വെറുതെ പോവുകയായിരുന്നില്ല. അവർക്കുള്ള സമ്പൽ സമൃദ്ധിയുമൊക്കെ കൈക്കലാക്കി കൊണ്ടുപോകുന്ന ഒരു വശം, മറ്റൊരു വശം യെരൂശലേം ദേവാലയവും യെരൂശലേമിൻ്റെ കോട്ടകളുമൊക്കെ നശിപ്പിച്ചുകൊണ്ടാണ് ഈ ജനത്തിലെ മിടുക്കരായ ആളുകളെ, സാധാരണക്കാരെ കുറച്ചുപേരെ മാത്രം ഉപേക്ഷിച്ചിട്ട് ബാക്കിയുള്ളവരുമായിട്ട് ഈ നെബൂഖദ്നേസർ രാജാവ് ബാബിലോണിലേക്ക് പോകുന്നത്. അങ്ങനെ നമുക്കറിയാം, ഒരു നീണ്ട 70 വർഷത്തെ ബാബിലോണിയൻ പ്രവാസം, ബാബിലോണിയൻ എക്സൈൽ. ഈ ജനം 10-70 വർഷക്കാലം ബാബിലോണിൽ നെബൂഖദ്നേസറിനെ അനുസരിച്ച് ഇങ്ങനെ ജീവിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ അവിടെ ഉണ്ടാവുകയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 24ഉം 25ഉം അധ്യായങ്ങളിൽ വളരെ കാര്യമായി ഈ ബാബിലോണിയൻ പ്രവാസത്തെപ്പറ്റി പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു 70 വർഷം നീണ്ട ഈ പ്രവാസം അവസാനിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ അവരുടെ മുൻപിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഒരുപാട് പേരുണ്ട്, പക്ഷേ അവരുടെ മുൻപിൽ, ഈ ബാബിലോണിയൻ പ്രവാസത്തിലായിരിക്കും ദൈവജനത്തിൻ്റെ മുൻപിൽ 70 വർഷം ബാബിലോണിൽ താമസിച്ച ഈ ജനം തിരിച്ചു പോകുമ്പോൾ അവരുടെ മുൻപിൽ ഒറ്റ ലക്ഷ്യമാണുള്ളത്. തങ്ങളുടെ ദേശത്തേക്ക് ചെന്ന് തങ്ങളുടെ ദേവാലയം പുനർനിർമ്മിക്കണം, അതിൻ്റെ കോട്ടകൾ പണിയണം, ഒരുമിച്ച് തങ്ങളുടെ സ്വന്തം ദേശത്ത് ആരാധിക്കണമെന്നുള്ള മോഹം. അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം 10-70 വർഷം പ്രവാസത്തിൽ ജീവിച്ച മനുഷ്യരാ. നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ പ്രവാസത്തിലേക്ക് പോകുന്നവരൊക്കെ, പ്രവാസികളായി പോകുന്നവർ, മറ്റു ദേശത്തേക്ക് പോകുന്നവരൊക്കെ ഓരോ വർഷം കൂടുമ്പോൾ, അല്ല 1-2 വർഷം കൂടുമ്പോൾ കാത്തിരിക്കുകയാണ് ഒന്ന് തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് വരാൻ, തൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ടൊക്കെ ഒരു 10 ദിവസമെങ്കിലും ഒക്കെ ഒന്ന് ചെലവഴിക്കുക. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ 70 വർഷക്കാലം ഏകദേശം ബാബിലോണിയൻ പ്രവാസത്തിൽ ഈ ജനം താമസിക്കുന്നത്. ഒരു 70 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ തിരിച്ച് യെരൂശലേം എന്ന വലിയ സ്വപ്നം, ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണം, കോട്ടകളുടെ മതിലുകളുടെ പുനർനിർമ്മാണമൊക്കെ ഈ പാവം മനുഷ്യർ സ്വപ്നം കണ്ട് ആഗ്രഹിച്ച് ഇരിക്കുകയാണ്. അങ്ങനെ ഈ ബാബിലോൺ മുതൽ 70 വർഷത്തിന് ശേഷം ബാബിലോൺ മുതൽ യെരൂശലേം വരെ പോയ ഈ ദൈവജനത്തിൻ്റെ യാത്രയുടെ പ്രത്യേകതകൾ, ബാബിലോൺ മുതൽ യെരൂശലേം വരെ, ബാബിലോൺ പ്രവാസത്തിന് ശേഷം യെരൂശലേം വരെ പോയ, യെരൂശലേമിലെത്തിയ ഈ ദൈവജനത്തിൻ്റെ യാത്രയുടെ പ്രത്യേകതകളാണ് നമ്മളൊന്ന് ചിന്തിക്കുന്നു. ഒറ്റ ലക്ഷ്യമേ അവരുടെ മുൻപിലുള്ളൂ, യെരൂശലേമിലെത്തണം, തങ്ങളുടെ ദേവാലയം, തങ്ങളുടെ യെരൂശലേം ദേവാലയം പുനർനിർമ്മിക്കണം, അതിൻ്റെ കോട്ടകളൊക്കെ, നെബൂഖദ്നേസർ രാജാവ് നശിപ്പിച്ച കോട്ടകൾ മുഴുവൻ വീണ്ടും പണിയപ്പെടണം. ഒറ്റ സ്വപ്നം, ഒറ്റ ലക്ഷ്യം. ആൾക്കാർ പലതുണ്ട്, പല സ്വഭാവങ്ങളുണ്ട്, പക്ഷേ ഒറ്റ ലക്ഷ്യം മാത്രമേ ഈ ജനത്തിന് മുൻപിലുള്ളൂ, തങ്ങളുടെ യെരൂശലേം പുനർനിർമ്മിക്കുക എന്ന ഒറ്റ ലക്ഷ്യം. അങ്ങനെ ഈ എസ്രായുടെ പുസ്തകം 8-ാം അധ്യായം, അവിടെയാണ് അവരുടെ പ്രവാസത്തിന് ശേഷമുള്ള തിരിച്ചുപോക്കിനെ പറ്റി പറഞ്ഞു വെക്കുന്നത്. എസ്ര 8-ാം അധ്യായത്തിൽ അവിടെ പറയുന്നുണ്ട്, യാത്ര പുറപ്പെടുവാൻ തയ്യാറായി അഹവ ആറ്റരികെ എല്ലാവരും കൂടി വന്നു. 70 വർഷം ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ടാകും മറ്റൊരു ദേശത്ത് പോയി 70 വർഷം താമസിക്കുമ്പോൾ. എന്നാൽ ആ ദേശം വിട്ട് ആ ദേശത്തിൻ്റെ അതിർവരമ്പുകളിലേക്ക്, അഹവ ആറ്റരികത്തേക്ക് ഈ ജനം 70 വർഷത്തിന് ശേഷം വരികയാണ്. എങ്ങോട്ട് പോവുകയാണ്? തങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക്, തൻ്റെ സ്വന്തം മണ്ണിലേക്ക്, തങ്ങളുടെ സ്വന്തം ആരാധന ബലിയിടങ്ങളിലേക്ക് തിരികെ പോകുവാൻ തക്കവണ്ണം ഈ ദൈവജനം കടന്നു വന്നിരിക്കുക. അങ്ങനെ അഹവ ആറ്റരികത്ത് കടന്നു വന്നു. അങ്ങനെ ഈ അഹവ ആറ്റരികം നമ്മോട് പറഞ്ഞു വെക്കുന്നത്, നമ്മുടെ പൂർവികർ നമ്മോട് സംസാരിച്ചു വെക്കുന്നത്, ഈ യാത്ര ആരംഭിച്ച ഒരു വിശുദ്ധ സ്ഥലമായിട്ട് ഈ അഹവായെ ഇവിടെ നമ്മളൊന്ന് പരിചയപ്പെടുത്തി വെക്കുകയാണ്. ഇനി ഈ ബാബിലോൺ മുതൽ യെരൂശലേം വരെയുള്ള ഈ യാത്രയുടെ ഒന്നാമത്തെ പ്രത്യേകത, ഈ യാത്രയിൽ
ഈ ദൈവജനം ശ്രദ്ധിച്ച ഈ യാത്രയിൽ എന്ത് നടപ്പാക്കണമെന്ന് അവരുടെ ഉള്ളിൽ ചിന്തിച്ച അതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത ഇതാണ്. അവരുടെ യാത്രയിൽ തുയോബോ ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? തുയോബോ എന്നാൽ എന്താ? ഒരുക്കം. അവരുടെ യാത്രയിൽ തുയോബോ ഉണ്ടായിരുന്നു പറഞ്ഞാൽ അവരുടെ യാത്ര അഹവ ആറ്റരികത്ത് നിന്ന് ഈ യാത്ര യെരൂശലേമിലേക്ക് 70 വർഷങ്ങൾക്ക് ശേഷം ഈ ജനം ആറ്റരികിൽ നിന്ന് ഒരുമിച്ച് പോകുവാൻ തക്കവണ്ണം പുറപ്പെടുമ്പോൾ ഈ യാത്രയുടെ ഒന്നാമത്തെ പ്രത്യേകത അവർക്ക് തുയോബോ ഉണ്ടായിരുന്നു, ഒരുക്കമുണ്ടായിരുന്നു. ഈ യാത്ര ബാബിലോൺ മുതൽ യെരൂശലേം വരെയുള്ള യാത്രയുടെ ഒന്നാമത്തെ പ്രത്യേകത തുയോബോ ഉള്ള ഒരുക്കമുള്ള യാത്രയായിരുന്നു. വളരെ കൃത്യമായ വേദഭാഗം ഇസ്രായേലിന്റെ പുസ്തകം 8-ാം അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാകും, വളരെ കൃത്യമായിട്ടുള്ള ഒരു ഒരുക്കം, പ്ലാനിങ് അവർക്കുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 70 വർഷം മറ്റൊരു സംസ്കാരത്തിൽ, മറ്റു ചില ആരാധനാ രീതികളിൽ, മറ്റു ചില ഭക്ഷണ വ്യത്യാസങ്ങളിലൊക്കെ 70 വർഷം അവർ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി തിരികെ പോകുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. ഒരു 10-70 വർഷം നമ്മളെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടിട്ട് ആയുസ്സുണ്ടെങ്കിൽ തിരികെ നമ്മുടെ വീട്ടിലേക്ക് പോകാൻ ഒരവസരം കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? എത്രയും പെട്ടെന്ന് നമ്മുടെ വീട്ടിലെത്താനുള്ള പരിപാടി നമ്മൾ നോക്കും. പക്ഷേ ഇവിടെ ഈ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ യാത്രയിൽ അവർ ശ്രദ്ധിച്ച ഒന്നാമത്തെ കാര്യം തുയോബോ വേണമായിരുന്നു, ഒരുക്കം വേണമായിരുന്നു എന്നുള്ളത് അവർക്ക് നിശ്ചയമാകുന്നു. സ്വന്തം നാട്ടിലേക്ക് പോകുമ്പോൾ ഒന്ന് ഒരുങ്ങി തന്നെ പോകാൻ, എല്ലാ നിലകളിലും ആത്മീയമായിട്ട് ഒന്ന് ഒരുങ്ങി പോകുവാൻ തക്കവണ്ണം ഈ ജനം ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഈ 70 വർഷം കൊണ്ട് ബാബേലിൽ ഉണ്ടാക്കിയെടുത്ത നല്ല സൗഹൃദങ്ങളോടൊക്കെ യാത്ര പറഞ്ഞ് ഈ ജനം അങ്ങനെ ഈ അഹവ ആറ്റരികത്ത് വന്ന് നിൽക്കുകയാണ്. ഒരുപക്ഷെ നമ്മളൊന്ന് ചിന്തിക്കണം, ഈ 10-70 വർഷം മുൻപ് ഈ ബാബേലിലേക്ക് പോയവരാകുമോ തിരിച്ചു വരുന്നത്? ഒരിക്കലും ആകില്ല. ഒരുപക്ഷെ ചുരുക്കം ചിലരുണ്ടാകും. അവരുടെ മക്കളും കൊച്ചുമക്കളുമൊക്കെയാണ് ഈ തിരിച്ചു വരുന്നത്. 70 വർഷം മുൻപ് ബാബേലിന്റെ അടിമത്തത്തിലേക്ക് അല്ലെങ്കിൽ ബന്ധനസ്ഥരാ കൊണ്ടുപോയ ആ മനുഷ്യരല്ല തിരികെ വരുന്നത്. അവരുടെ മക്കളോ കൊച്ചുമക്കളോ ഒക്കെ ആണ് ഇന്ന് യെരൂശലേമിലേക്ക് പോകുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഈ അറിവ് അവർക്ക് എവിടുന്ന് കിട്ടി? യെരൂശലേമിലേക്ക് പോകണം. അവരുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ പറഞ്ഞു കൊടുത്തല്ലേ, അപ്പനും അമ്മയൊക്കെ പറഞ്ഞു കൊടുത്തത്. നമ്മളിവിടെ പ്രവാസികളാണ്, നമ്മുടെ ദേശം ഇവിടെയല്ല. അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ പറഞ്ഞു കൊടുത്ത ആ വലിയ സാഹസിക കഥകളൊക്കെ കേട്ട് നമ്മുടെ ഈ ജനം, ദൈവജനം തിരിച്ച് ഈ തലമുറകളൊക്കെ കഴിഞ്ഞപ്പോൾ 70 വർഷ ശേഷം ഈ യെരൂശലേമിലേക്ക് പോകുമ്പോൾ ഒരു വല്ലാത്ത ഒരു എക്സൈറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും ഉണ്ടാകും. ഒരുപക്ഷെ അന്നത്തെ തലമുറകൾ, കുഞ്ഞുങ്ങളൊന്നും യെരൂശലേമെ കണ്ടിട്ടുണ്ടാകില്ല. ഒരു വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റ് അവർക്കുള്ളിൽ ഉണ്ടാകാം. തങ്ങളുടെ സ്വന്തം ദേശമെന്ന് പറയുമ്പോൾ നമുക്കെന്നും ഒരു അഹങ്കാരവും ഒരു അഭിമാനവും ഒക്കെയാണ്. ഇവരും ചിന്തിച്ചുണ്ടാകും, എത്ര എക്സൈറ്റ്മെൻറ്റ് അവർ നിൽക്കുകയാണ്, നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് പോവുകയാണ്. അവിടെയാണ് ഈ ജനം വ്യത്യസ്തമാകുന്നത്. എത്ര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായാലും നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ഒരുക്കമുണ്ടായിരിക്കണം, നിൻ്റെ ജീവിതത്തിൽ നിനക്ക് തുയോബോ ഉണ്ടായിരിക്കും. എത്ര എക്സൈറ്റ്മെൻറ്റ് ആയിക്കോട്ടെ, എത്ര വലിയ സംഗതികളായിക്കോട്ടെ, പക്ഷേ അവിടെ ഒരുങ്ങി ഇറങ്ങുവാൻ തക്കവണ്ണം നിന്റെ ആത്മീയ ജീവിതം തുയോബയോടുകൂടി ഒരുങ്ങുവാൻ തക്കവണ്ണം, ഇറങ്ങുവാൻ തക്കവണ്ണം നിനക്ക് ഇടയാകണം. ഒരു പക്ഷേ എന്തിനായിരിക്കാം ഈ തുയോബോ? എന്തിനായിരിക്കാം അവർ ഒരുങ്ങിയത്? 1-2 കാര്യങ്ങൾ കൊണ്ട് അവിടെ വളരെ കൃത്യമായിട്ടും എസ്രായുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 1-2 കാര്യങ്ങൾ അവരുടെ തുയോബോയിൽ അവർ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. 1-2 കാര്യങ്ങൾ അത് കൃത്യമായി നടപ്പാക്കുവാൻ തക്കവണ്ണം അവർ ശ്രദ്ധിച്ചിരുന്നു. ഈ ബാബേൽ മുതൽ യെരൂശലേം വരെയുള്ള 70 വർഷത്തെ ബാബേൽ പ്രവാസത്തിന് ശേഷമുള്ള ഈ ജനത്തിൻ്റെ യാത്രയുടെ ഒന്നാമത്തെ പ്രത്യേകത തുയോബോ ഉണ്ടായിരുന്നു. തുയോബോയിൽ 2 കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്നിതായിരുന്നു, ഉപവസിക്കുവാൻ തക്കവണ്ണം അവർ മറന്നില്ല. അതായിരുന്നു ഈ അവരുടെ ഒരുക്കത്തിൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്. വെറുതെ ഒരു ഒരുക്കമായിരുന്നില്ല. ഈ ആറ്റരികത്ത് വന്ന് വേദഭാഗം പറയുന്നുണ്ട്, ഈ അഹവ ആറ്റരികത്ത് വന്ന് 3 ദിവസം ഈ ജനം അവിടെ കൂടാരം അടിച്ച് അവിടെ താമസിക്കുകയാണ്. ഈ 3 ദിവസം ഈ ജനത്തെ സംബന്ധിച്ചിടത്തോളം അത് ഉപവാസത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. ആ 3 ദിവസം ഈ ജനം ഉപവസിക്കുകയാണ്. തങ്ങൾക്ക് ഈ ആറ്റരിക് വിട്ട് സ്വന്തം ദേശത്തിലേക്ക് പോകണം. എക്സൈറ്റ്മെൻറ്റ് ഒരുപാടുണ്ട്, ഒരുപാട് ആകാംക്ഷയുണ്ട്.
എൻ്റെ അപ്പനും വല്യപ്പനും ഒക്കെ പറഞ്ഞു തന്ന ദേശം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ദേവാലയം എങ്ങനെയാണ് ഇന്ന് അതിൻ്റെ അവസ്ഥ എന്ന് കാണാൻ ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ ഞാൻ പോകുന്നെങ്കിൽ അത് ഒന്ന് ഒരുങ്ങിപ്പോകണം. ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോകുമ്പോൾ, എൻ്റെ ബലിപീഠം ഉള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ ഞാനൊന്ന് ഒരുങ്ങിപ്പോകണം. അത് ഞാൻ ഒരുങ്ങുന്നത് എൻ്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് ഉപവാസം പ്രഖ്യാപിച്ചാണ്. അവിടെ പറയുന്നുണ്ട്, എസ്രായുടെ പുസ്തകം 8-ാം അധ്യായം 21-ാം വാക്യം പറയുന്നുണ്ട്, അഹവ ആറ്റിൻ്റെ അരികെ വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. എസ്ര ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തുകയാണ്. എല്ലാവരും ഒരുമിച്ച് ഉപവസിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. നമ്മുടെ തൂയോബോയിൽ ഉപവാസം ഉണ്ടാകാറുണ്ട്. അതൊരു ചോദ്യമാണ്. നമ്മുടെ ഒരുക്കത്തിൽ, നമ്മുടെ ആരാധനാ ദേവാലയത്തിലേക്ക് പോകുന്ന ഒരുക്കത്തിൽ അവിടെ ഉപവാസങ്ങൾ നമുക്ക് കൃത്യമായി അനുഷ്ഠിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഇവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എന്തിനു വേണ്ടിയായിരുന്നു ഈ ജനം ഉപവസിക്കുവാൻ തക്കവണ്ണം തയ്യാറായത്. പെട്ടെന്ന് വേണമെങ്കിൽ അങ്ങ് പോകാമായിരുന്നു. 3 ദിവസം, 70 വർഷം കഴിഞ്ഞ് പിന്നെ 3 ദിവസം കൂടി ഈ ആറ്റരികത്ത് കിടക്കേണ്ട കാര്യമൊന്നുമില്ല. വേണമെങ്കിൽ പെട്ടെന്ന് പോകാമായിരുന്നു. അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, 21-ാം വാക്യം, എസ്രായുടെ പുസ്തകം 8-ാം അധ്യായം 21-ാം വാക്യം പറയുന്നുണ്ട്. 2 കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്തിനായിരുന്നു ഉപവാസം? ഒന്ന്, ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിന്. വളരെ കൃത്യമാണ് അവരുടെ ഉപവാസത്തിൻ്റെ ഒന്നാമത്തെ കാരണം. ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിന് അവരെന്ത് ചെയ്തു? ഉപവസിച്ചു. അതിനോട് ചേർന്ന് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഞങ്ങളും ഞങ്ങളുടെ തലമുറയും ഞങ്ങളുടെ സമ്പാദ്യവുമൊക്കെ ശുഭമായിരിക്കണം. ഞങ്ങളുടെ തലമുറ കൂടുണ്ട്. ബാബയിലൊക്കെ വെച്ച് സമ്പാദിച്ച ചെറിയ സമ്പാദ്യങ്ങളൊക്കെ കൂടുണ്ട്. ഇത് എവിടെ കൊണ്ടുചെല്ലണം? യെരൂശലേമിൽ ഞങ്ങളിൽ ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകാതെ ഈ യാത്ര ശുഭമായിരിക്കണം. അതിനുവേണ്ടി ഈ ജനം ഉപവസിക്കുകയാണ്. യെരൂശലേം ദേവാലയം ലക്ഷ്യമാക്കിയുള്ള ഈ തീർത്ഥാടനം ശുഭമാകണം. വഴിയിൽ പ്രതിസന്ധികൾ ഉണ്ടാകാം. ഒരു ദേശം വിട്ട് മറ്റൊരു ദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ ചില പ്രതിസന്ധി ഉണ്ടാകാം. ശത്രുക്കളെ കടന്നു വരാം, പോരാട്ടങ്ങളൊക്കെ ഉണ്ടാകാം. എന്നാൽ അവിടെയൊക്കെ നഷ്ടപ്പെടാതെ ദൈവസ്ഥനെ തങ്ങളെ തന്നെ താഴ്ത്തി ഈ ജനം യാത്ര പുറപ്പെടുവാൻ തക്കവണ്ണം ഒരുങ്ങുകയാണ്. ഒരുപക്ഷെ ഒരു കടുകുമണിയോളമെങ്കിലും വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് പ്രതിസന്ധി വന്നാലും അതിനെയൊക്കെ അതിജീവിക്കാം. പക്ഷെ അവിടെ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോവുകയിൽ. ഉപവസിച്ച് പ്രാർത്ഥിച്ച് നീ പോയെങ്കിൽ നിന്റെ മുൻപിൽ ഒരു പ്രതിസന്ധിയും ഉണ്ടാവുകയില്ല. അവിടെ ദൈവം നിന്നെ കാത്തുകൊള്ളുമെന്നുള്ള ഒരു വലിയ അനുഭവം. ഇനി നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ഉപവാസം, നമ്മുടെ ആരാധനയ്ക്കായിട്ട് നമ്മുടെ അപ്പൻ്റെ ഇടത്തേക്ക്, നമ്മുടെ ദേവാലയത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉപവാസം, ഒരുപക്ഷെ ഇന്ന് കാലമൊക്കെ മാറി സ്പിരിച്വൽ ഫാസ്റ്റ് മാത്രം നോക്കിയാൽ പോരാ, ഇന്ന് ഈ സൈബർ ഫാസ്റ്റും കൂടി നോക്കണം അല്ലേ? നമ്മൾക്കറിയാം, നമ്മൾ തന്നെ എത്ര പേര് ഈ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങുമ്പോഴാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ഒന്ന് തോണ്ടി എല്ലാ റീൽസും ഒക്കെ ഒന്ന് കണ്ട് തൃപ്തിയായിട്ട് നമ്മൾ എന്ത് ചെയ്യും? രാവിലെ ഞായറാഴ്ച രാവിലെ പള്ളിയിലേക്ക് പോകും. പള്ളിയിൽ കിട്ടുന്നതിനേക്കാളും ഒരുപക്ഷെ നമുക്ക് തൃപ്തി ഈ റീൽസ് കാണുന്നതിൽ. സൈബർ ഫാസ്റ്റ്, ഉപവാസം, അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ ഭൗതിക ജീവിതത്തിൽ വിശുദ്ധ ആരാധനയ്ക്ക് പോകുമ്പോൾ, ദൈവസന്നിധിയിൽ ദേവാലയത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ, ബലി കൈക്കൊള്ളുവാൻ പോകുമ്പോൾ നമ്മൾ എടുക്കേണ്ട ചില ഫാസ്റ്റിംഗ്, ചില ഒരുക്കങ്ങൾ എന്നുള്ളത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഈ തൂയോബയിൽ ഉണ്ടായിരുന്ന രണ്ടാമത്തെ അനുഭവം അവിടെ പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് പറയുന്ന 23-ാം വാക്യം പറയുന്നുണ്ട്, ഞങ്ങളുടെ ദൈവത്തോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. തൂയോബോ അവരുടെ ഒരുക്കത്തിൽ, യാത്രയുടെ ഒരുക്കത്തിൻ്റെ ഒന്നാമത്തെ അനുഭവം, അവരെല്ലാവരും കൂടി 3 ദിവസം ഈ അഹവ ആറ്റരികത്ത് ഉപവസിക്കുവാൻ തക്കവണ്ണം ഒരുമിച്ച് മനസ്സ് കാണിച്ചു. വെറുതെ ഉപവസിച്ചുകൊണ്ടിരുന്നതല്ല, അവരെന്ത് ചെയ്തു? തങ്ങളുടെ ദൈവത്തോട് തങ്ങളുടെ യാത്രയെപ്പറ്റി പറഞ്ഞ് വിഷയം വെച്ച് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ യെരൂശലേം, സ്വർഗീയ യെരൂശലേമിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാൻ തക്കവണ്ണം ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എവിടെയൊക്കെ ഈ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം. ഒരുപക്ഷെ ചില
ജെന്യൂയിൻ റീസൺസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ആരാധനയ്ക്ക് പള്ളിയിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള ചില കാരണങ്ങൾ നമുക്ക് പറയണം. അതിനപ്പുറത്തേക്ക് എത്രത്തോളം ഈ പ്രാർത്ഥനാ കാര്യങ്ങൾ നമ്മൾ പിന്നോട്ട് പോകുന്നു എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരോഗ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? യാമനമസ്കാരങ്ങളൊക്കെ പൂർത്തീകരിച്ച് വേണം വിശുദ്ധ ബലിയെ സംബന്ധിക്കുവാൻ തക്കവണ്ണം നമ്മൾ പോകേണ്ടത്. നമുക്കറിയാം, നമ്മുടെ പാരമ്പര്യത്തിൽ സന്ധ്യ മുതലാണ് ഒരു ദിവസം ആരംഭിക്കുന്നത്. ശനിയാഴ്ച സന്ധ്യാപ്രാർത്ഥന, സൂത്താറ, രാത്രി പ്രാർത്ഥന, പ്രഭാതം, ഇങ്ങനെ 3-ാം മണി, 6-ാം മണി, 9-ാം മണി നമ്മുടെ യാമനമസ്കാരങ്ങൾ പൂർത്തീകരിച്ചു പോകുവാൻ തക്കവണ്ണം, വിശുദ്ധ ബലിയെ സംബന്ധിക്കുവാൻ തക്കവണ്ണം നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിരിക്കും. എത്ര ഭാഗ്യമാണ്! വെറുതെ രാവിലെ കയറി ചെല്ലാനുള്ള സ്ഥലമല്ല പള്ളി. നമ്മുടെ വീട്ടിൽ വെച്ചാണെങ്കിലും പള്ളിയിൽ വെച്ചാണെങ്കിലും നമ്മുടെ യാമനമസ്കാരങ്ങൾ വളരെ കൃത്യമായിട്ട് അത് പൂർത്തീകരിച്ച് ദേവാലയത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം സാധിക്കണം. ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ വൈദികർ ഒരു വിശുദ്ധ ബലി അർപ്പിക്കുന്നുണ്ടെങ്കിൽ 3 പ്രാവശ്യം കുറഞ്ഞത് 51-ാം സങ്കീർത്തനം ചൊല്ലി ദൈവസന്നിധിയിൽ ക്ഷമയാചിച്ചാണ് വിശുദ്ധ ബലി അർപ്പിക്കുവാൻ തക്കവണ്ണം പുരോഹിതൻ പോകുന്ന. സന്ധ്യാപ്രാർത്ഥനയിൽ 51-ാം സങ്കീർത്തനം ചൊല്ലി ആ 1-ാമത്തത് പൂർത്തീകരിക്കും. 2 പ്രഭാത നമസ്കാരത്തിൽ 51-ാം സങ്കീർത്തനം ചൊല്ലി ദൈവസന്നിധി ക്ഷമയാചിക്കും. 3-ാമതായിട്ട് തുയോബയ്ക്ക് കയറുവാൻ തക്കവണ്ണം മദ്ബഹായുടെ പടിക്കൽ വന്ന് നിന്നുകൊണ്ട് ഒരല്പനേരം അവിടെ നിൽക്കും. നിങ്ങൾ ശ്രദ്ധിക്കും അല്ലേ? അവിടെ നിന്നുകൊണ്ട് 3-ാം പ്രാവശ്യം 51-ാം സങ്കീർത്തനം ചൊല്ലിയാണ് തുയോബയ്ക്കായിട്ട് വിശുദ്ധ ബലിക്കായിട്ട് മദ്ബഹായിലേക്ക് പുരോഹിതൻ പ്രവേശിക്കുന്നത്. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ ചില തിരുത്തലുകൾ ഈ ജനം നമുക്ക് കാണിച്ചതുപോലെ വെറുതെ ഒരു യാത്രയല്ല നമ്മുടെ ആത്മീയ ജീവിതം. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി നമുക്ക് പോകുവാൻ തക്കവണ്ണം സാധിക്കണം. ഇനി ഈ ബാബേൽ മുതൽ യെരൂശലേം വരെയുള്ള ഈ ജനത്തിൻ്റെ യാത്രയുടെ 1-ാമത്തെ പ്രത്യേകത എന്തായിരുന്നു? അവിടെ തുയോബോ, ഒരുക്കം ഉണ്ടായിരുന്നു. ഇനി അവരുടെ യാത്രയുടെ 2-ാമത്തെ പ്രത്യേകത അവധാനമുണ്ടായിരുന്നു. അവധാനം എന്ന് പറഞ്ഞാൽ ജാഗ്രതയുണ്ടായിരുന്നു. അവർ നല്ല കെയർഫുള്ളായിട്ടാണ് പോകുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചത്. ഒരുപക്ഷെ പോകുന്ന വഴി യാത്ര അത്ര സുഗമമൊന്നും ആയിരിക്കില്ല. ഒരുപക്ഷെ മറ്റൊരു ദേശത്ത് പോയി ബലഹീനരായി പോയവരാണ്, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ വേണ്ട യുദ്ധസന്നാഹങ്ങളില്ല എന്ന് മനസ്സിലാക്കിയ ശത്രുക്കൾ വഴിയിൽ വെച്ച് അവരെ പരാജയപ്പെടുത്തുവാനും ആക്രമിക്കുവാനും ഉള്ളത് കൊള്ളയടിക്കുവാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. അവിടെ അവധാനം, ജാഗ്രത ഉണ്ടായിരിക്കണമെന്ന് വളരെ കൃത്യമായിട്ട് അവിടെ പറഞ്ഞു വെക്കുകയാണ്. 70 വർഷം പ്രവാസം അനുഭവിച്ചിട്ട് ഇനി തിരികെ സ്വന്തം നാട്ടിലേക്ക് പോകുമ്പോൾ വെറും കൈയോടെയൊന്നുമല്ല അവർ പോകുന്നത്. എസ്ര ചില സംഗതികൾ അവരെ ഏൽപ്പിച്ചു വിടുകയാണ്. യെരൂശലേമിൽ ചെന്നാൽ ആ ദേവാലയത്തിൽ നിങ്ങൾ നൽകാൻ വേണ്ടി ചില സംഗതികൾ, അവിടെ 26-ാം വാക്യം പറയുന്നുണ്ട്, അവർക്ക് ചില സംഗതികൾ തൂക്കി കൊടുക്കുകയാണ്. വിലപിടിപ്പുള്ള കുറേ സാധനങ്ങൾ, പൊന്നും വെള്ളിയും ഒക്കെ തൂക്കി കൊടുക്കുകയാണ്. വേദഭാഗം പറയുന്നത് 26-ാം വാക്യം പറയുന്നുണ്ട്, വെള്ളി 650 താലന്ത് ഈ എസ്ര ഈ ജനത്തിൻ്റെ കയ്യിൽ തൂക്കി അളന്നു കൊടുക്കുകയാണ്. വെള്ളി ഉപകരണങ്ങൾ 100 താലന്ത്, അവിടെ കൃത്യമായിട്ട് കണക്ക് പറയുന്നുണ്ട്. പൊന്ന് 100 താലന്ത്, 20 പൊൻതൂക്കങ്ങൾ, 1000 തങ്കം, ഇങ്ങനെ താമ്രപാത്രം 2 വിലപിടിപ്പുള്ള താമ്രപാത്രം, ഇങ്ങനെ വളരെ വിലപിടിപ്പുള്ള കുറേ വസ്തുക്കൾ എവിടെ കൊടുക്കാൻ വേണ്ടിയാ? യെരൂശലേം ദേവാലയം പോയി ഭംഗിയായിട്ട് അതൊന്ന് പുനർനിർമ്മിച്ച് ദേവാലയത്തിൽ കൊടുക്കുന്നതിന് വേണ്ടി എസ്ര ഈ ജനത്തെ ഏൽപ്പിച്ചു വിടുകയാണ്. അതുകൊണ്ട് അവർക്ക് എന്തുണ്ടായിരുന്നു? അവധാനമുണ്ടായിരുന്നു. ബാബേൽ മുതൽ യെരൂശലേം വരെയുള്ള അവരുടെ യാത്രയുടെ 2-ാമത്തെ പ്രത്യേകത അവധാനമുണ്ടായിരുന്നു. 1 തുയോബോ ഉണ്ടായിരുന്നു, 2 അവധാനമുണ്ടായിരുന്നു, ജാഗ്രതയുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഒന്നുപോലും നഷ്ടപ്പെടാതെ എവിടെ കൊണ്ടുചെല്ലണം? യെരൂശലേമിൽ കൊടുക്കാൻ വേണ്ടി, ദേവാലയത്തെ സമർപ്പിക്കാൻ വേണ്ടി എസ്ര ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്തുണ്ടാകണം? അവധാനമുണ്ടാകണം, ജാഗ്രത ഉണ്ടാകണം. ഇല്ലെങ്കിൽ വഴിയിൽ വെച്ച് ഇതിൽ നഷ്ടപ്പെട്ടു പോയ ഇതിനൊക്കെ ഞാൻ കണക്ക് പറയേണ്ടി വരും. നമ്മുടെ ദേവാലയത്തിനൊക്കെ ആവശ്യമുള്ളത് കൊടുക്കാൻ സാധിക്കുന്ന അനുഗ്രഹീതമായ ഒരു തീർത്ഥാടനം. അങ്ങനെ ഈ ജനത്തിനറിയാം, ദേവാലയ കാര്യങ്ങൾ, ദേവാലയ കാഴ്ചകൾ, വഴിപാടുകൾ, ദേവാലയത്തിനുള്ള എന്തെങ്കിലും എൻ്റെ കയ്യിൽ ഇരുന്നു പോയാൽ അത് എനിക്ക് രക്ഷയാവില്ല. അവർ കൃത്യമായിട്ട് അറിയാം, ഇത്
നഷ്ടപ്പെടാതെ, ഞാൻ മൂലമോ മറ്റുള്ളവർ മൂലമോ എൻ്റെ കയ്യിൽ നിന്ന് ഇത് നഷ്ടപ്പെട്ടു പോകരുതെന്ന് ഈ ജനം ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ യാത്രയിൽ അവധാനമുണ്ടായിരുന്നു. അനേകം പേരുടെ കണ്ണുനീരിൻ്റെ വിലയാണ് എസ്ര ഇവരെ ഈ 3 ദിവസം കൊണ്ട് ഉപവസിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ ഇവരെ ഏൽപ്പിക്കുന്നത്. അനേകം പേരുടെ വിഷമങ്ങളുടെ യാചനകളുടെ ഒക്കെ വിലയാണ്, നേർച്ചകളുടെ വിലയാണ് ഇവരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു തരി പൊന്ന് നഷ്ടപ്പെടാതെ ഈ അഹവ ആറ്റരികത്ത് നിന്ന് യെരൂശലേമിൽ കൊണ്ട് അവിടെ പുരോഹിതന്മാരെ ഏൽപ്പിക്കണം. വലിയ ഉത്തരവാദിത്വമാണ്. 70 വർഷം പ്രവാസം കഴിഞ്ഞ് ഒറ്റയടിക്ക് വേണമെങ്കിൽ കയറിപ്പോകാമായിരുന്നു. പക്ഷേ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി വളരെ ജാഗ്രതയോടുകൂടി ഈ യാത്ര പോവുകയാണ്. 29-ാം വാക്യം പറയുന്നുണ്ട്, തൂക്കി ഏൽപ്പിക്കും വരെ നിങ്ങൾ ജാഗരിച്ചു കൊള്ളുവീൻ. എസ്രാ പറഞ്ഞതാ, വേണ്ട നിർദ്ദേശം കൊടുത്തു. എല്ലാം തൂക്കി അളന്നു തൂക്കി കൃത്യമായിട്ടും ഈ ജനത്തിൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, അവിടെ കൊണ്ട് തൂക്കി ഇതുപോലെ തന്നെ തൂക്കി ഏൽപ്പിക്കുന്നവർ വരെ നിങ്ങൾ ജാഗരിച്ചു കൊള്ളുവിൻ. അവധാനമുണ്ടാകണം, ജാഗ്രത ഉണ്ടാകണമെന്ന് അവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുകയാണ്. ഇനി 2 കാര്യങ്ങളാണല്ലോ നമ്മൾ ചിന്തിച്ചത്. ഒന്ന്, ഈ ബാബേൽ മുതൽ യെരൂശലേം വരെയുള്ള ദൈവജനത്തിൻ്റെ യാത്രയുടെ ഒന്നാമത്തെ പ്രത്യേകത എന്തായിരുന്നു? തൂയോവ ഉണ്ടായിരുന്നു. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഈ ജനം ഒരുങ്ങി 3 ദിവസം അഹവ ആറ്റരികത്ത് ഒരുമിച്ച് ഉപവസിച്ചു പ്രാർത്ഥിച്ചു. അവിടെ വെച്ച് എസ്ര നൽകിയ ഈ വലിയ വിലപിടിപ്പുള്ള പൊന്നും സ്വർണവും വെള്ളിയുമൊക്കെ യെരൂശലേം ദേവാലയത്തിൽ എത്തിക്കാൻ വേണ്ടി വളരെ ജാഗ്രതയോടുകൂടി തങ്ങൾ പോകണമെന്ന് മനസ്സിലാക്കിയതായിരുന്നു. ഇവരുടെ അവധാനമുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ഇവരുടെ യാത്രയുടെ 2ാമത്തെ പ്രത്യേകത. ഇനി ഈ യാത്രയുടെ 3ാമത്തെ പ്രത്യേകത, ഈ യാത്രയിൽ വിശുദ്ധരും വിശുദ്ധിയും ഉണ്ടായിരുന്നു. ഈ ബാബേൽ മുതൽ യെരൂശലേം വരെയുള്ള യാത്രയുടെ 3ാമത്തെ പ്രത്യേകതയാണ് ഈ യാത്രയിൽ വിശുദ്ധരും വിശുദ്ധമായതും അല്ലെങ്കിൽ വിശുദ്ധിയുള്ളതും ഉണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ അഹവ ആറ്റരികത്തെ പാളയമടിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് എസ്ര കുറേ വിലപിടിപ്പുള്ള സ്വർണവും പൊന്നും ഒക്കെ ഈ ജനത്തിൻ്റെ കയ്യിൽ നൽകിക്കൊണ്ട് ഇവരോട് പറയുന്ന ഒരു വാക്യമാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധരും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഉപകരണങ്ങൾ വിശുദ്ധവും ആകുന്നു. കുറഞ്ഞ കാര്യമൊന്നുമില്ല, കുറഞ്ഞ സംഗതികളൊന്നുമല്ല ഈ ജനത്തെ ഏൽപ്പിക്കുന്നത്. നിങ്ങൾ ദൈവത്തിൽ വിശുദ്ധരും ഈ ഉപകരണങ്ങൾ വിശുദ്ധവുമാകുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? അവരുടെ ഉത്തരവാദിത്വം കൂടി ഒന്നും കൂടി ഒന്ന് സീരിയസ് ആയിട്ട് ഈ യാത്രയെ കണ്ടേ പറ്റുകയുള്ളൂ. കാരണം എസ്ര പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധരാണ്. ഈ യാത്രയിൽ നിങ്ങൾ കൊണ്ടുപോകുന്നതും നിങ്ങളോടൊപ്പമുള്ളതുമൊക്കെ വിശുദ്ധമായ സംഗതികളാണ്. ഒട്ടും പിന്നോട്ട് പോകാൻ ഈ ജനത്തിന് പറ്റില്ല. ഇനി എൻ്റെ ചോദ്യം ഇതാണ്, നമ്മുടെ തീർത്ഥാടനങ്ങളിൽ വിശുദ്ധിയും വിശുദ്ധമായതുമൊക്കെ ഉണ്ടാകാറുണ്ടോ? നവംബർ മാസമാകുമ്പോൾ നമ്മളൊക്കെ വളരെ തീവ്രതയോടുകൂടി വളരെ ആത്മീയ ഉണർവോടുകൂടി ഈ പരിമല മണ്ണിലേക്ക് പദയാത്രയായി എത്തുമ്പോൾ ഞാൻ എൻ്റെ ഇടവകയിൽ പദയാത്രയ്ക്ക് മുൻപ് പറയുന്നതാണ്, അവിടെ വരെ വെറുതെ പോകാനായിട്ട് ആരും ഒരുങ്ങരുത്. എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ പള്ളി ചെയ്യും. എല്ലാ വഴിനീളയുള്ള അനേകം പേര് നമ്മളെ സ്വീകരിക്കും, നല്ലത് നമുക്ക് നന്മകൾ ചെയ്യും, നേർച്ചകൾ കഴിക്കും. പക്ഷേ നമ്മുടെ യാത്രയിൽ ഈ വിശുദ്ധൻ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രം എന്താകത്തുള്ളൂ? തീർത്ഥാടനമാകുകയുള്ളൂ. ഈ ജനത്തെ സംബന്ധിച്ചിടത്തോളം ബാബേലിൽ നിന്ന് യെരൂശലേമിലേക്ക് ഈ ജനം പോകുമ്പോൾ ഇത് തീർത്ഥാടനമാകണമെങ്കിൽ അവിടെ ആരുണ്ടാകണം? വിശുദ്ധരുണ്ടാകണം. ഇവര് കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ വിശുദ്ധവുമായിരിക്കണം. അത് കൃത്യമായിട്ടും എസ്ര അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധരും ഈ ഉപകരണങ്ങൾ വിശുദ്ധവുമാകുന്നു. നമ്മുടെ തീർത്ഥാടനങ്ങളിൽ എവിടെയൊക്കെ ഈ വിശുദ്ധനായിട്ട് യാത്ര ചെയ്യുവാൻ നടക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്? നമ്മുടെ കയ്യിൽ വിശുദ്ധമായ എന്ത് സംഗതി ഈ തീർത്ഥാടനത്തിൻ്റെ ഒടുവിൽ ദേവാലയത്തിൽ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഞാൻ എന്ത് സൂക്ഷിച്ചിട്ടുണ്ട്?
എൻ്റെ നിങ്ങളുടെയും കയ്യിൽ എന്ത് സൂക്ഷിച്ചിട്ടുണ്ട്? വിശുദ്ധമായ ദൈവസന്നിധിയിൽ ദൈവത്തിന് സമർപ്പിക്കാൻ വിശുദ്ധമായത് എന്തെങ്കിലുമൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്? ഇന്ന് ഇവിടെ വരെ ഞാൻ കടന്നു വന്നെങ്കിൽ എത്രത്തോളം വിശുദ്ധി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഒരു തീർത്ഥാടനത്തെ സംബന്ധിച്ചിടത്തോളം ബാബേൽ മുതൽ യെരൂശലേം വരെ ഉണ്ടാകുന്ന ആ വലിയ തീർത്ഥാടനത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ വളരെ പ്രധാനപ്പെട്ടത് അതിൽ വിശുദ്ധരും വിശുദ്ധിയും ഉണ്ടാകണമെന്നുള്ളതും വളരെ കൃത്യമായിട്ട് അവിടെ പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ യെരൂശലേം കാലങ്ങൾക്ക് മുൻപ് യെരൂശലേം സന്ദർശിച്ച ആ പുണ്യവാന്റെ മണ്ണിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. 1895 കുംഭമാസത്തിൽ പട്ടാമ്പിയിൽ നിന്നും ആരംഭിച്ച യെരൂശലേം യാത്ര 3 മാസങ്ങൾക്കിപ്പുറം ഷൊർണൂരിൽ എത്തി തിരിച്ച് മലങ്കര സഭയിൽ വളരെ വിശുദ്ധിയോടുകൂടി യെരൂശലേം യാത്ര പൂർത്തീകരിച്ചു വന്ന ആ പരിമല തിരുമയുടെ മണ്ണിലാണല്ലോ നമ്മളൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഡോക്ടർ സുകുമാർ അഴീക്കോട് പരിമല തിരുമേനി എന്ന അപ്പുറത്തേക്ക് തിരുമേനിയെ പരിമള തിരുമേനി എന്ന് വിശേഷിപ്പിച്ചത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം. കാരണം ആ പരിശുദ്ധൻ്റെ തീർത്ഥാടനത്തിൽ മുഴുവൻ വിശുദ്ധരും വിശുദ്ധിയുള്ളതുമൊക്കെ ഉണ്ടായിരുന്നു. അവിടെയാണ് ഈ തീർത്ഥാടനങ്ങൾ, നമ്മുടെ യാത്രകളൊക്കെ അനുഗ്രഹമാകുന്നത്. നമ്മുടെ യാത്രകളിൽ വിശുദ്ധരും വിശുദ്ധിയുമുള്ളതുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ യാത്രകൾ തീർത്ഥാടന യാത്രകളെന്ന് എണ്ണിപ്പറയുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുകയാണ്. നമ്മൾ ചിന്തിക്കണം, നമ്മളൊക്കെ ഈ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിൽ ഇന്ന് നമ്മളും ഒരു പ്രവാസത്തിലാണല്ലേ. വളരെ കൃത്യമായിട്ട് ഒരു പ്രവാസമാണ്. അത് ഒരു പക്ഷേ 40 വർഷമോ 50 വർഷമോ 60 വർഷമോ 70 വർഷമോ ഒക്കെ നമ്മളും ഒരു പ്രവാസത്തിൻ്റെ അനുഭവത്തിൽ തന്നെയാണ്. ഇതൊക്കെ കഴിയുമ്പോൾ നമ്മളും ഈ പ്രവാസം പൂർത്തീകരിച്ച് എവിടേക്ക് പോകും? സ്വർഗീയ യെരൂശലേം താതൻ്റെ സന്നിധിയിലേക്ക് നമ്മളും കടന്നു പോകും. അപ്പോൾ ഈ പ്രവാസത്തിലിരിക്കുന്ന, ഈ അനുഭവത്തിലിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കും എന്തിൻ്റെ അനുഭവം ഉണ്ടാകണം? നമുക്കും എന്തിൻ്റെ അനുഭവം ഉണ്ടാകണം? ഈ പറഞ്ഞിരിക്കുന്ന വിശുദ്ധിയുടെ അനുഭവം, വിശുദ്ധരുടെ അനുഭവം നമുക്കും ഉണ്ടാകണം എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇതില്ലാതെ നമ്മൾ എത്ര തീർത്ഥാടനങ്ങൾ നടത്തിയാലും, വിശുദ്ധനും വിശുദ്ധമായതുമില്ലാതെ നമ്മൾ എത്ര തീർത്ഥാടനം നടത്തിയാലും നമ്മുടേത് വെറും യാത്രകളായി പോകും. ഒരിക്കലും അത് തീർത്ഥാടന പുണ്യയാത്രകൾ ആയിരിക്കില്ല എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം. അങ്ങനെ ഈ യാത്ര അവർ പുറപ്പെടുവാൻ തക്കവണ്ണം ഒരുങ്ങുകയാണ്. 3 ദിവസം ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. എസ്രാ കൊടുത്ത ഈ വലിയ സമ്പാദ്യങ്ങളൊക്കെ യെരൂശലേമിൽ കൊണ്ട് എത്തിക്കുവാൻ വേണ്ടി മനസ്സൊരുങ്ങി കൂടി വന്നു. ഒരേ ലക്ഷ്യം, ഒരേ മനസ്സ്. യെരൂശലേം ദേവാലയം പുനർനിർമ്മിക്കണം, യെരൂശലേമിൻ്റെ മതിലുകൾ പണിയപ്പെടണമെന്ന ഒറ്റ ലക്ഷ്യവുമായിട്ട് 3 ദിവസമായിട്ട് അഹവ ആറ്റരികത്ത് ഉപവസിച്ചിരുന്ന ഈ മനുഷ്യർ, അവരുടെ ഈ യാത്രയുടെ 4ാമത്തെ പ്രത്യേകത, അവർ യാത്ര ആരംഭിക്കുകയാണ്. 3 ദിവസം എല്ലാ ക്രമീകരണങ്ങളും ഒക്കെ ചെയ്തു. ഇനി ഇവിടെ നിന്ന് മെല്ലെ യാത്ര അങ്ങോട്ട് ആരംഭിക്കുകയാണ്. അവരുടെ ഈ ബാബേൽ മുതൽ യെരൂശലേം വരെയുള്ള ഈ യാത്രയുടെ 4ാമത്തെ പ്രത്യേകത ദൈവകരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വിശുദ്ധരും വിശുദ്ധിയും ഉണ്ടായിരുന്നു. 4ാമതായിട്ട് ദൈവകരം അവരോട് കൂടെയുള്ള ഒരു അനുഗ്രഹീതമായ തീർത്ഥയാത്ര, ഒരു പുണ്യയാത്രയിലാണ് അവർ മുൻപോട്ട് പോകുന്നത്. വലിയ പ്രതീക്ഷകളൊന്നും ഇല്ല. പക്ഷെ അവരുടെ മുൻപിൽ ഒറ്റ പ്രതീക്ഷയുള്ളൂ: ദൈവം നടത്തും. ദൈവത്തിൻ്റെ വലതുകരം ഞങ്ങളോടൊപ്പമുണ്ട് എന്നുള്ളത് അവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 18ാം വാക്യം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു എന്നുള്ളത്. പിന്നെന്തിനാ പേടിക്കുന്നേ? നമ്മൾ പിന്നെ പേടിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ദൈവത്തിൻ്റെ കൈ അനുകൂലമാണെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ നവംബർ മാസത്തിൻ്റെ ആദ്യം ഇന്ത്യൻ വനിതാ ലോകകപ്പ് ഇന്ത്യ നേടിയപ്പോൾ അതിൽ ഇന്ത്യൻ താരം ജമീമ റോഡ്രിഗസ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനി ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു വലിയ സാക്ഷ്യമുണ്ടല്ലേ. നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ അത് ഉണ്ടാകാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 14-ാം വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് ലോകത്തിന് മുൻപിൽ
ഇന്ത്യയെ വിജയക്കൊടി പാറിച്ച, കന്നിക്കൊടി പാറിച്ച ആ ഇന്ത്യൻ ടീമിലെ നമ്മുടെ അഭിമാനമായ ജമീമ റോഡ്രിഗസ് എന്ന് പറയുന്ന ആ താരം പറഞ്ഞത് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 14-ാം വാക്യം വെച്ചാണ്. യഹോവ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തു എന്നാണ് പറഞ്ഞേ. അവിടെ യഹോവ, മോശ പറയുന്നതാ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഈ ജനം പല രീതിയിൽ പ്രതികരിച്ചു കഴിഞ്ഞപ്പോൾ മോശ പറയുകയാണ്, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അത് ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹവും അത് പറഞ്ഞു വെച്ചത്. യഹോവ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തു. ഒരുപാട് നാളുകളായിട്ട് ഈ ഇന്ത്യയെ ഈ ലോകകപ്പിൽ മുത്തമിടിക്കുന്നത് ആഗ്രഹിച്ച വ്യക്തിയാണ് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നത് യഹോവ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തുവെന്ന ആ വ്യക്തി വിശേഷിപ്പിച്ചത്. നമ്മളൊക്കെ ചിന്തിക്കണം, ഈ ദൈവകരം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരു കാരണത്താലും നിരാശപ്പെടേണ്ട കാര്യമില്ല. എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും, എന്ത് ജീവിത പ്രാരാബ്ധങ്ങൾ ഉണ്ടായാലും ദൈവകരം കൂടെയുണ്ടെന്നുള്ള ബോധ്യം എനിക്ക് നിങ്ങൾക്കുമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ വലിയ പ്രത്യാശയുടെ അനുഭവമാണ്. അവരുടെ യാത്ര പുറപ്പെട്ട് അഹവ തീരത്ത് നിന്ന് ഈ ബാബിലോൺ പ്രവാസം പൂർത്തീകരിച്ച് യെരൂശലേമിലേക്ക് പോകുന്ന യാത്ര പുറപ്പെടുകയാണ്. അവിടെ 23-ാം വാക്യം പറയുന്നുണ്ട്, ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. അതവരുടെ വലിയൊരു ബോധ്യമാണ്. ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. അവൻ ശത്രുക്കളുടെ കയ്യിൽ നിന്ന്, വഴിയിൽ പതിയിരിക്കുന്നവരുടെയൊക്കെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു. അപ്പോൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആ യാത്ര വളരെ സുരക്ഷിതമായ ഒരു യാത്രയായിരുന്നു. പ്രതിസന്ധികളൊക്കെ ആര് കൂടെ ഉണ്ടായിരുന്നു? നമ്മുടെ തമ്പുരാൻ കൂടെ ഉണ്ടായിരുന്നു. തമ്പുരാൻ്റെ വലതുകരം ഈ യാത്രയിൽ ഉണ്ടായിരുന്നു, ഈ തീർത്ഥാടനത്തിൽ ഉണ്ടായിരുന്നു. തമ്പുരാൻ്റെ വലതുകരം, തമ്പുരാൻ്റെ സാന്നിധ്യം നമ്മുടെ യാത്രകൾ ഉണ്ടാകുമ്പോഴാണ് അത് തീർത്ഥാടന യാത്രകളായി തീരുവാൻ തക്കവണ്ണം ഇടയായത്. അതുകൊണ്ട് മറ്റ് ടെൻഷനൊന്നുമില്ലായിരുന്നു. യാത്ര വളരെ സുഗമമായിരുന്നു. അവിടെ 22-ാം വാക്യം പറയുന്നുണ്ട്, ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ ഞങ്ങളെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്നവർക്ക് അത് പ്രതികൂലമായും ഇരിക്കും. നമ്മൾ ചുമ്മാ ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മുടെ ദൈവത്തിൻ്റെ കൈ അവനെ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായും അവനെ അന്വേഷിക്കാത്തവർക്ക് പ്രതികൂലമായും ഇരിക്കും. നമ്മുടെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾക്ക് പ്രതികൂലമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ദൈവത്തെ നമ്മളൊന്ന് സൈഡ് ചെയ്ത്, ഇന്നത്തെ ഭാഷയാണല്ലോ സൈഡ് ചെയ്യുക. നമ്മൾ ദൈവത്തെ എപ്പോഴൊക്കെയോ ഒന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. ദൈവം അനുകൂലമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒന്നിനെയും ഈ ലോകത്ത് പേടിക്കുവാൻ തക്കവണ്ണം നമുക്കില്ല. അങ്ങനെ ഈ യാത്ര യെരൂശലേമിൽ എത്തി വളരെ ഭംഗിയായിട്ട് ഈ തീർത്ഥാടനം പൂർത്തീകരിച്ചു. 70 വർഷം പ്രവാസം, അവിടെ നിന്ന് ബാബിലോൺ പ്രവാസം വിട്ട് അഹവ ആറ്റരികത്ത് വന്ന് ഒരുക്കത്തോടുകൂടി ഉപവസിച്ച് പ്രാർത്ഥിച്ച് ജാഗ്രതയോടുകൂടി വിശുദ്ധരും വിശുദ്ധമായതുമൊക്കെ ഉൾപ്പെട്ട ഈ യാത്ര ഈ യെരൂശലേമിൻ്റെ മണ്ണിലേക്ക്, തങ്ങളുടെ സ്വപ്നഭൂമിയിലേക്ക്, തങ്ങളുടെ വല്യപ്പന്മാർ പറഞ്ഞു തന്ന കഥയിൽ കൂടി മനസ്സിൽ, ഭാവനയിൽ, സ്വപ്നത്തിൽ ആഗ്രഹിച്ച കണ്ട യെരൂശലേമിലേക്ക് ഈ ജനം കടന്നു വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ അനുഭവമായിരുന്നു. അവിടെ വേദഭാഗം പറയുന്നുണ്ട്, ഈ യെരൂശലേമിലെത്തി 3 ദിവസം അവർ ശാന്തമായിട്ട് യെരൂശലേമിൽ താമസിച്ചു. ഇവർ യാത്ര ആരംഭിച്ചത് എത്ര ദിവസം ശാന്തമായി താമസിച്ച? അഹവ ആറ്റരികത്ത് ഒരു 3 ദിവസം ശാന്തമായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഉപവസിച്ച് അവർ അവിടെ ഇരുന്നതിന് ശേഷമാണ് യാത്ര ആരംഭിച്ചത്. ഇനി അവർ യാത്ര സുഗമമായി അവരുടെ യാത്ര യെരൂശലേമിലെത്തി. അവിടെ വന്നും ഒരു 3 ദിവസം വളരെ ശാന്തമായിട്ട് ഇരുന്നു. ഈ 3 ദിവസം ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ, നമ്മളൊക്കെ ഇന്ന് ഈ വിദേശത്തു നിന്ന് ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യും? ഇവ കൊണ്ടുവരുന്ന പെട്ടി ആദ്യം പൊട്ടിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, 3 ദിവസം ഈ 70 വർഷം കഴിഞ്ഞ് പ്രവാസം കഴിഞ്ഞ് തിരിച്ചു വന്നവരുടെ പെട്ടികൾ, അവിടെ എസ്രാ കൊടുത്തുവിട്ട പെട്ടികളാണ് പ്രധാനമായിട്ടുള്ളത്. 3 ദിവസം യെരൂശലേമിൽ വന്നിട്ട് അത് വളരെ ഭദ്രമായിട്ട് ഈ കൊണ്ടുവന്ന വ്യക്തിയുടെ കയ്യിൽ തന്നെ ഇരുന്നു. അവിടെ പറയുന്നുണ്ട്, 4-ാം ദിവസം
അവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ പൊട്ടിക്കുക. 4-ാം ദിവസമാണ് ഈ പെട്ടി പൊട്ടിച്ച് ഇതിലുള്ളതൊക്കെ എടുക്കുവാൻ തക്കവണ്ണം എസ്ര കൊടുത്തു വിട്ടത് പ്രധാനമായിട്ടും എടുക്കുവാൻ തക്കവണ്ണം തയ്യാറാക്കുന്നത്. അവിടെ പറയുന്നുണ്ട് അളന്ന് തൂക്കി, അങ്ങനെയല്ല പറഞ്ഞു വിട്ടത്, ഇത് തൂക്കിയാണ് കൊടുത്തു വിടുന്നത്. ഈ പൊന്നും വെള്ളിയും ഒക്കെ തൂക്കി കൊടുത്തു വിട്ട് അവിടെ ചെന്ന് നിങ്ങളിത് പുരോഹിതന്മാർ യെരൂശലേമിൽ ചെന്ന് ദേവാലയത്തിൽ പുരോഹിതന്മാരെ ഏൽപ്പിക്കണം. അങ്ങനെ പുരോഹിതന്മാരുടെ 4-ാം ദിവസം 3 ദിവസം അവിടെ ഒന്ന് യെരൂശലേമിൽ തൻ്റെ സ്വന്തം പട്ടണത്തിൽ സ്വന്തം നാട്ടിൽ ഒന്ന് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി അവിടെ ഒന്ന് ജാഗരിച്ച് ഇരുന്നു. 4-ാം ദിവസം ഈ കൊണ്ടുവന്നവയൊക്കെ ഒന്ന് പൊട്ടിച്ച് 4-ാം ദിവസം ദേവാലയത്തിൽ പുരോഹിതന്മാരെ ഈ കൊണ്ടുവന്ന സംഗതികൾ വിലപിടിപ്പുള്ളതൊക്കെ ഏൽപ്പിക്കുകയാണ്. അവിടെ പറയുന്നുണ്ട് അളക്കേണ്ടത് അളന്നും തൂക്കേണ്ടത് തൂക്കിയും ഈ പുരോഹിതന്മാരെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ടെല്ലാം ഒക്കെ ഒരു കടലാസിൽ എഴുതി വെക്കുകയാണ്, ക്രോസ് ചെക്ക് ചെയ്യുകയാണ്. കൊടുത്തുവിട്ടത് എന്തെങ്കിലും നഷ്ടപ്പെട്ടോ, മോഷണം പോയോ, അല്ലെങ്കിൽ ആരെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കി വളരെ കൃത്യമായി അളന്നും തൂക്കിയും ക്രോസ് ചെക്ക് ചെയ്ത് പുരോഹിതന്മാരെ ഈ സംഗതികളൊക്കെ ഏൽപ്പിക്കുകയാണ്. അവിടെ ഉറപ്പായിട്ടും നമുക്ക് പറയാൻ പറ്റും ദൈവകരം കൂടെ ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ചിലപ്പം ഇത് നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ ആരുടെങ്കിലുമൊക്കെ ഈ കീശയിലോ ഒക്കെ ഒരു പക്ഷേ അത് ഒളിഞ്ഞിരുന്നതിന് ഒന്നും സംഭവിച്ചില്ല. കൊടുത്തുവിട്ടവ ഒന്നുപോലും നഷ്ടപ്പെടാതെ യെരൂശലേം ദേവാലയത്തിന് വേണ്ട ഈ സാധന സാമഗ്രി വളരെ വിശുദ്ധമായവ വളരെ കൃത്യമായിട്ടും ഈ പുരോഹിതന്മാരെ അവിടെ ഏൽപ്പിക്കുകയാണ്. ദൈവകരം അവരോടൊപ്പം ഉണ്ടായിരുന്നത്. അത് അന്ന് മാത്രമാണോ? അല്ല, ആദ്യകാലം മുതൽ പല സന്ദർഭങ്ങളിൽ ഭക്ഷണമില്ലാതെ മരുഭൂമിയിൽ നടന്ന സമയത്ത് അവർക്ക് ഭക്ഷണം നൽകിയല്ലേ? വെള്ളമില്ലാതെ വരണ്ട് നടന്ന സ്ഥലങ്ങളിൽ അവർക്ക് വെള്ളം നൽകി. അവരുടെ മരുഭൂയാത്രയിൽ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിതൂണായും ഇരുന്ന് ദൈവകരം അവരെ നടത്തി. ഇതൊക്കെ കാര്യങ്ങളൊക്കെ പിന്നിൽ, പശ്ചാത്തലങ്ങളൊക്കെ പിന്നിൽ നിൽപ്പുണ്ട്. അവിടെ വീണ്ടും ഒരിക്കൽ കൂടി ഈ ജനം ഉറപ്പിച്ചു പറയുന്നു, ഈ യാത്രയിൽ ദൈവകരം കൂടെയുണ്ടായിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിനെപ്പറ്റി സ്വർണ്ണനാമകനായ മോർ ഇവാനിയോസ് ഇങ്ങനെയാണ് പറയുന്നത്: ദൈവത്തിൽ ആശ്രയിക്കുന്നവന് മനുഷ്യൻ്റെ കാവൽ ആവശ്യമില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവന് മനുഷ്യൻ്റെ കാവൽ ആവശ്യമില്ല. ദൈവത്തിൻ്റെ വലതുകരം അവരോട് ഒപ്പമുണ്ടായിരുന്നു. ഇനി അവസാന ഭാഗത്തേക്ക് വരികയാണ്. ഈ ബാബേൽ മുതൽ ബാബിലോൺ 70 വർഷത്തെ ബാബേൽ പ്രവാസത്തിന് ശേഷം അഹ്വാറ്റരകത്ത് നിന്ന് യെരൂശലേമിനെ ലക്ഷ്യമാക്കി ആരംഭിച്ച ഈ യാത്രയുടെ അവസാനത്തെ 5-ാമത്തെ പ്രത്യേകത, ഈ യാത്രയുടെ ഒടുവിൽ അവർക്ക് ആരാധനയുണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മൾ ഒരു യാത്ര പോവുകയാണ് അല്ലേ? കുടുംബമായിട്ടൊരു യാത്ര പോകുമ്പോൾ ഒരു പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചിറങ്ങുമല്ലേ? ഒരുമിച്ച് പ്രാർത്ഥിച്ചിറങ്ങി ഈ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാറുണ്ടോ? വരുന്നത് നമ്മൾ അർദ്ധരാത്രിക്ക് ക്ഷീണിച്ച് അവശരായി കുഴഞ്ഞു വാടി നമ്മൾ വരും. പക്ഷേ ഈ ജനം പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ആരംഭിച്ച ഈ യാത്ര ദിവസങ്ങൾക്കിപ്പുറത്ത് അവർ പൂർത്തീകരിക്കുമ്പോൾ അവർ എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്? ആരാധന കഴിച്ച് ദൈവസന്നിധിയിൽ ബലി കഴിച്ച് നന്ദി അർപ്പിച്ച് ഈ ജനം അവരുടെ യാത്ര യെരൂശലേമിൽ അവസാനിപ്പിക്കുന്നത്. എത്ര നാളത്തെ സ്വപ്നമാണ്! വല്യപ്പന്മാർ പറഞ്ഞു കൊടുത്ത കഥകളിൽ കേട്ട യെരൂശലേമിനെ കാണുവാൻ തക്കവണ്ണം ഭാഗ്യമുള്ള തലമുറ അളന്നു തൂക്കേണ്ടത് അളന്നും ഒക്കെ തൂക്കിക്കൊടുത്ത്, അളന്നും തൂക്കിയും ഒക്കെ കൊടുത്തിട്ട് ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയമാണ്. വേണമെങ്കിൽ അവർക്ക് അവിടെ നിന്ന് വേറൊരു യാത്ര പോകാമായിരുന്നല്ലേ? കുറച്ച് വർഷങ്ങളായി ഇതൊക്കെ കണ്ടിട്ട് വേണമെങ്കിൽ ഒരു യാത്രയുടെ അവിടെ നിന്ന് നമുക്ക് പ്ലാൻ ചെയ്യാമായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തു? അവിടെ ആരാധന കഴിച്ചു. അവിടെ പറയുന്നത് അവർ യാഗമർപ്പിച്ച് ദൈവത്തിന് നന്ദി അർപ്പിച്ചു എന്നാണ് പറയുന്നത്. അവിടെ പ്രധാനമായിട്ടും പറയുന്നുണ്ട് 2 യാഗങ്ങളെ പറ്റി ആ വേദഭാഗം പറഞ്ഞു വെക്കുന്നുണ്ട്. യെരൂശലേമിലെത്തി അവരുടെ സ്വന്തം നാട്ടിലെത്തി കഴിഞ്ഞപ്പോൾ 2 യാഗങ്ങൾ അവരവിടെ കഴിക്കുന്നു. ഒന്ന് ബേൺഡ് ഓഫറിംഗ് ആണ്, ഹോമയാഗമാണ്. നമുക്കറിയാം പഴയ നിയമഭാഗങ്ങളിലൊക്കെ ഹോമയാഗത്തെപ്പറ്റി വളരെ കൃത്യമായിട്ട് പറയുന്നു. ഹോമയാഗത്തിൻ്റെ പ്രത്യേകത എന്താ? അതിൽ അർപ്പിക്കുന്ന ബലിവസ്തു മൃഗമാണെങ്കിലും എന്താണെങ്കിലും അത് പൂർണ്ണമായിട്ടും കത്തിയെരിഞ്ഞ് പോകുന്ന അനുഭവം. ഊനമില്ലാത്തതിനെ ദൈവസന്നിധിയിൽ ഈ ഹോമയാഗത്തിന് സമർപ്പിക്കും. പൂർണ്ണമായിട്ടും ഈ ബലിപീഠത്തിൽ യാഗവസ്തു എരിഞ്ഞു തീരും. ഒരു ദിവസം രാവിലെയും വൈകിട്ടുമൊക്കെ
ഹോമയാഗം കഴിക്കുവാൻ തക്കവണ്ണം സാധിക്കുമായിരുന്നു. അവിടെ വളരെ ശ്രദ്ധേയമായത് ഈ കടന്നു വന്ന ജനം ദൈവത്തിന് ആരാധന കഴിച്ച് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം മറന്നില്ല എന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. 35-ാം വാക്യം പറയുന്നുണ്ട്, 12 കാള, 2 യാഗങ്ങളാണ് അവർ അവിടെ കഴിച്ചത്, നന്ദി അർപ്പണം നടത്തിയത്, ആരാധന കഴിച്ചത്, ബലി അർപ്പിച്ചത്. അതിൽ ഒന്നാമത്തെ യാഗം ഹോമയാഗമായിരുന്നു, രണ്ടാമത്തേത് പാപയാഗമായിരുന്നു. ഈ രണ്ടിനും കൂടി അവിടെ ഒരു കണക്ക് പറയുന്നുണ്ട്. 12 കാളയെ സമർപ്പിച്ചു, 96 ആട്ടുകൊറ്റനെ സമർപ്പിച്ചു, 77 കുഞ്ഞാടിനെ സമർപ്പിച്ചു, 12 വെള്ളാട്ടുകൊറ്റനെ സമർപ്പിച്ചു. ഇത്രയും മൃഗങ്ങളെയാണ് ഈ ജനം ഈ 2 യാഗത്തിനായിട്ട് അവിടെ സമർപ്പിക്കുന്നത്. രണ്ടാമതായിട്ട് സിൻ ഓഫറിംഗ് ആണ് പാപയാഗം. പാപയാഗം എന്ന് പറഞ്ഞാൽ തങ്ങൾ ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് പശ്ചാത്തപിച്ച് പാപം ഏറ്റുപറഞ്ഞ് ഈ മൃഗങ്ങളെ ബലി കൊടുക്കുന്നതാണ് സിൻ ഓഫറിംഗ്, പാപയാഗം. ഇതിനെപ്പറ്റി ഈ ആളുകളുടെ പുരോഹിതനോ മഹാപുരോഹിതനോ ധനവാനോ ദരിദ്രനോ ഒക്കെ ആണെങ്കിൽ അവരുടെ ഇഷ്ടമനുസരിച്ച് ഈ പാപയാഗത്തിനുള്ള ബലിവസ്തുക്കളെ അവർക്ക് തീരുമാനിക്കാമായിരുന്നു. വലിയ ആളാണെങ്കിൽ വലിയ സാമ്പത്തികം അനുസരിച്ചൊക്കെ വലിയ ആട്ടുകൊറ്റനെയും കാളയും ഒക്കെ ക്രമീകരിക്കും. അധികം സാമ്പത്തികം ഇല്ലാത്ത ആണെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞാടിനെയൊക്കെ ക്രമീകരിക്കും. അങ്ങനെ ആളും തരവും നോക്കിയൊക്കെ തങ്ങളുടെ ഈ പ്രായശ്ചിത്തമായിട്ട് സമർപ്പിക്കാമായിരുന്നു. അതിൽ പറയുന്നുണ്ട്, ഈ പാപയാഗത്തെ പറ്റി പറയുന്നുണ്ട്, സിൻ ഓഫറിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. 2 ആടിനെ ദേവാലയത്തിൽ സമർപ്പിക്കണം. അതിലൊന്നിനെ പുരോഹിതൻ ആ ദേവാലയത്തിൽ ദൈവസന്നിധിയിൽ അവിടെ വെച്ച് മുറിച്ച് യാഗം കഴിച്ച് അതിൻ്റെ കുറേ രക്തമൊക്കെ ദേവാലയത്തിൽ തളിച്ച് ഒന്നാമത്തതിനെ സ്വീകരിക്കും. ഈ രണ്ടാമതൊരാടുണ്ടല്ലോ, ഈ മനുഷ്യൻ കൊണ്ടുവന്ന രണ്ടാമത്തെ ആട്, ഈ രണ്ടാമത്തെ ആടിൻ്റെ തലയിൽ ഈ പാപിയായവൻ തലയിൽ കൈവച്ചുകൊണ്ട് തൻ്റെ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറയും. തെറ്റുകൾ ഏറ്റുപറഞ്ഞിട്ട് ഈ ആടിനെ മരുഭൂമിയിലേക്ക് സ്വതന്ത്രമായിട്ട് വിടുകയാണ്. എന്ന് വെച്ചാൽ ആ പാപം ഈ ആട് വഹിച്ചുകൊണ്ട് മരുഭൂമിയിലേക്ക് പോവുകയാണ്. ഒരാട് ഇവിടെ ബലിയുമായി കഴിഞ്ഞു. ഇതായിരുന്നു പണ്ട് പഴയ നിയമ പശ്ചാത്തലത്തിൽ പറഞ്ഞിരിക്കുന്ന സിൻ ഓഫറിങ്, പാപയാഗം. 2 ആടുകൾ, ഒന്ന് ദേവാലയത്തിനും ഒന്ന് ഈ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മരുഭൂമിയിലേക്ക് അയക്കുന്നതിന്. അങ്ങനെ ഈ ദൈവജനം ഹോമയാഗവും കഴിച്ചു, പാപയാഗവും കഴിച്ചു, നന്ദി അർപ്പണവും നടത്തി, ദൈവസന്നിധിയിൽ പ്രായശ്ചിത്വം നടത്തി. കാരണം 70 വർഷം നല്ല രീതിയിൽ കിടന്ന് അനുഭവിച്ചു, തെറ്റുകളൊക്കെ ഒന്ന് ഏറ്റുപറഞ്ഞ് ആരാധന കഴിച്ച് ഈ തീർത്ഥാടനം പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം ഇവർ ആഗ്രഹിക്കുകയാണ്. ഇത് ദൈവജനത്തിൻ്റെ നന്ദി അർപ്പണവും ഒരു പ്രായശ്ചിത്വവും ഒക്കെ ആയിരുന്നുവെന്ന് വളരെ കൃത്യമാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഈ യാത്ര നമ്മളിവിടെ നിന്ന് പൂർത്തീകരിക്കുകയാണ്. എങ്ങനെ ആരംഭിച്ചേ? ഒരുക്കത്തോടുകൂടി, തൂയോബയോടുകൂടി, ഉപവാസത്താലും പ്രാർത്ഥനയാലും ആരംഭിച്ച യാത്ര ഇന്നെങ്ങനെ അവസാനിക്കുന്നേ? അതേ പ്രാർത്ഥനയോടുകൂടി. അതാണ് യാത്രയുടെ സൗന്ദര്യം. പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച യാത്ര പ്രാർത്ഥനയോടുകൂടി അവസാനിക്കുമ്പോഴാണ് അത് അനുഗ്രഹീതമായ തീർത്ഥാടനമായി ഈ ജനത്തിന് മാറ്റപ്പെടുന്നതെന്നുള്ളതും പ്രത്യേകമായിട്ട് നാം ഓർക്കണം. അവിടെ പറയുന്നുണ്ട്, അവർ ജനത്തിനും ദൈവത്തിൻ്റെ ആലയത്തിനും വേണ്ടുന്ന സഹായമൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. അവർ വെറുതെ വന്നിരുന്നില്ല, ദേശം കാണാൻ പോയില്ല, യെരൂശലേമിൻ്റെ കോട്ടകൾ കാണാൻ പോയില്ല. അവിടെ പറയുന്നത് അവർ ജനത്തിനും ദൈവത്തിൻ്റെ ആലയത്തിനും വേണ്ട സഹായമൊക്കെയും ചെയ്തു. കൊണ്ടുവന്നതൊക്കെ കൊടുത്തത് പോരാഞ്ഞിട്ട് തങ്ങളുടെ കയ്യിലിരുന്നത് കൂടിയൊക്കെ കൊടുത്ത് തങ്ങളുടെ സ്വപ്നഭൂമിയായ യെരൂശലേം ദേവാലയം, യെരൂശലേമിൻ്റെ മണ്ണിൽ നശിപ്പിച്ച് നെബൂഖദ്നേസർ നശിപ്പിച്ചിട്ട് പോയ അവരുടെ ദേവാലയം, ബലിപീഠം, അവരുടെ കോട്ടകളൊക്കെ പണിയപ്പെടാൻ തങ്ങളാൽ ആകുന്ന ശാരീരികവും മാനസികവും സാമ്പത്തികമായിട്ടും എല്ലാ കാര്യങ്ങളും കൊടുക്കാൻ ഈ ദൈവജനം ഒരുക്കമായിരുന്നു. നമ്മളൊന്ന് ചിന്തിക്കണം. വാക്കുകൾ ഉപസംഹരിക്കട്ടെ. എത്ര സുഖം നിറഞ്ഞൊരു യാത്രയാണ് അല്ലേ? എത്ര അനുഗ്രഹപൂർണമായൊരു യാത്രയാണ്. 70 വർഷത്തെ ബാബേൽ പ്രവാസമൊക്കെ പൂർത്തീകരിച്ച് ഈ ജനം വളരെ ഒരുക്കത്തോടുകൂടി പ്രാർത്ഥനയോടും ഉപവാസത്തോടും ജാഗ്രതയോടും വിശുദ്ധരും വിശുദ്ധിയുമുള്ളതും ദൈവകരം അവരോടൊപ്പം ഉണ്ടായിരുന്നുവെന്ന് അവർ വിശ്വസിച്ചതുമായ ഈ അനുഗ്രഹീതമായ തീർത്ഥാടനം പൂർത്തീകരിക്കുമ്പോൾ ഒരുമിച്ച് ആരൊക്കെയാണോ പുറപ്പെട്ടത് അവരൊരുമിച്ച് ആരാധന കഴിക്കുന്ന ഒരു അനുഭവം. ശരിക്കും നമ്മളും ഈ ഒരു അനുഭവത്തിലല്ല നിൽക്കുന്നത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന 30, 50, 60, 70 വയസ്സിൻ്റെ ഒരു പ്രവാസത്തിലാണ് നമ്മളൊക്കെ ഇപ്പോഴ്.
ഇനി നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകണം അല്ലേ? നമ്മളൊക്കെ ഇവിടെ പ്രവാസത്തില്ല. ഇനി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പില്ല നമ്മളൊക്കെ. അതെപ്പോൾ പോകണമെന്നുള്ളത് നമുക്കറിയില്ല, പക്ഷെ ഉടയോൻ തമ്പുരാൻ അറിയാം. അതനുസരിച്ച് ഈ നമ്മുടെ യാത്ര മംഗളമാകണമെങ്കിൽ, അനുഗ്രഹമാകണമെങ്കിൽ അവിടെ എന്തുണ്ടാകണം? നമുക്കെന്തുണ്ടാകണം? ഒന്ന്, തുയോബോയുടെ അനുഭവം. തമ്പുരാൻ തന്നിരിക്കുന്ന ആയുസ്സിൻ്റെ കാലം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഒരുങ്ങുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. പ്രതിസന്ധികൾ ഒരുപാട് നമുക്കുണ്ടാകാം, പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെ കടന്നു വന്നേക്കാം. അവധാനമുണ്ടാകണം, ജാഗ്രതയുണ്ടാകണം. എൻ്റേതായിട്ടൊന്നും എൻ്റെ കയ്യിലില്ല, ഇതെനിക്കൊക്കെ എൻ്റെ തമ്പുരാൻ എന്നെ ഏൽപ്പിച്ചത് ഈ കാര്യങ്ങളൊക്കെ അല്ലേ. ഇത് തിരിച്ചു കൊടുക്കുന്നിടം വരെ ഞാൻ വെറും ഒരു കസ്റ്റോഡിയൻ മാത്രമാണ്. എനിക്ക് ജാഗരണമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ തമ്പുരാനെ ഏൽപ്പിച്ചത് തിരികെ നൽകുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചത്, നമ്മുടെ യാത്രയിൽ വിശുദ്ധനുണ്ടാകണം. നമ്മുടെ ഓരോ യാത്രയിലും വിശുദ്ധരും വിശുദ്ധമായതും ഉണ്ടാകണം. വിശുദ്ധരുണ്ടായെങ്കിൽ മാത്രമേ ആ യാത്രയിൽ വിശുദ്ധമായ കാര്യങ്ങളൊക്കെ സംഭവിക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ജീവിത യാത്ര, നമ്മുടെ ഈ പ്രവാസം പൂർത്തീകരിച്ച് നമ്മളും നമ്മുടെ സ്വർഗീയ യെരൂശലേമിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മളിലും ഒരു വിശുദ്ധനെങ്കിലും ഉണ്ടാകുവാൻ തക്കവണ്ണം നമുക്കും ഇടയാകണം. നമ്മുടെ പരിപൂർണമായ ബോധ്യം, ദൈവകരം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം. നമ്മളൊക്കെ പലപ്പോഴും പറഞ്ഞു വെക്കും, പല കാര്യങ്ങൾ നമ്മൾ വളരെ പ്രതീക്ഷയോടെ പറഞ്ഞു വെക്കും. പക്ഷേ നമ്മുടെ വേദപുസ്തകം പറയുന്ന പോലെ ദൈവഹിതമായ, നമ്മൾ എത്ര പേര് പറയാറുണ്ട്? നമ്മളൊക്കെ നാളെപ്പറ്റി പറഞ്ഞു വെക്കും അല്ലേ, നാളെ അങ്ങനെ വേണം ഇങ്ങനെ വേണം. പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കുക, ദൈവഹിതമായാൽ നാളെ ഞാൻ അവിടെ എത്താം അല്ലേ? എത്ര പ്രത്യാശയുടെ വാക്കാം. കാരണം എന്ന് വെച്ചാൽ ഞാനല്ല തീരുമാനിക്കുന്നത്, അത് ദൈവമാണ്. ദൈവകരം, ദൈവഹിതമായാൽ നാളെ ഞാൻ എത്താം. ദൈവം അനുവദിക്കുന്നെങ്കിൽ നാളെ നമുക്ക് കാണാം. അത് ദൈവകരം, വലതുകരം നമ്മളോടൊപ്പമുണ്ടെന്നുള്ള ഒരു വലിയ ബോധ്യമാണ്. ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. 2 ബലികൾ നടത്തി, ബലിപീഠത്തിൽ ആരാധിച്ച്, ഒരുമിച്ച് ബലിയർപ്പിച്ച്, യാഗം കഴിച്ച്, ഈ പ്രാർത്ഥന, അവരുടെ പ്രാർത്ഥന പൂർത്തീകരിച്ച് അവരുടെ യാത്ര, തീർത്ഥാടനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ എത്ര ഇടങ്ങളിൽ നമ്മുടെ തീർത്ഥാടനങ്ങൾ ഇത്രത്തോളം പൂർണ്ണതയോടുകൂടി നമുക്ക് സമർപ്പിക്കുവാൻ തക്കവണ്ണം സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വലിയ ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാകണം. എത്രത്തോളം നമ്മുടെ തീർത്ഥാടനങ്ങൾ നമുക്ക് പൂർണ്ണമാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യം. വൈദ്യ സെമിനാരി പഠന കാലയളവിൽ ചമ്മാശന്മാരാകുന്നതിന് മുൻപ് ഞങ്ങളുടെ സഹപാഠികൾ ഒരുമിച്ച് പൗലോസുദ്ദീൻ ബാബായെ കാണുവാൻ തക്കവണ്ണം ദേവലോകം അരമന ചാപ്പലിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ബാബായുടെ ചാപ്പലിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. 1 മണിക്കൂറോളം സമയം പല കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകി. ആ കൂട്ടത്തിൽ ആ പിതാവ് പറഞ്ഞ ഒരു സംഗതി ഇന്നും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. ഒരു നേരം പ്രാർത്ഥിച്ചില്ലെങ്കിൽ ക്ഷീണമുണ്ടാകണം. അന്ന് മുതൽ ഈ ഒരു വാക്യം എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. ഒരു നേരം പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്തുണ്ടാകണം? ക്ഷീണമുണ്ടാകണം. നമ്മൾ ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? ക്ഷീണമുണ്ടാകും. സർവ്വസമയവും അല്ലെങ്കിൽ എല്ലാ നേരവും യാമങ്ങളിൽ ഇടമുറിയാതെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് ഉണ്ടാകേണ്ടതാണ്. ഒരു നേരം പ്രാർത്ഥിക്കാൻ, അസൗകര്യം കൊണ്ട് പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ മറ്റ് തിരക്കുകൾ കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റില്ലെങ്കിൽ നിൻ്റെ ശരീരത്തിനത് അനുഭവപ്പെടണം. അല്ലെങ്കിൽ തമ്പുരാനെ, ഞാൻ പ്രാർത്ഥിച്ചില്ല, എനിക്ക് ക്ഷീണമുണ്ടാകണം. അതായിരിക്കണം നമ്മുടെ അനുഭവം എന്ന് പറയുന്നത്. നമ്മുടെ യാത്രയും ഇവിടെ പൂർത്തീകരിക്കുകയാണ്. ബാബേൽ പ്രവാസത്തിന് ശേഷം 70 വർഷത്തെ യാത്രയ്ക്ക് ശേഷം, 70 വർഷ ജീവിതത്തിന് ശേഷം യാത്ര പുറപ്പെടുന്ന ദൈവജനം അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥനയോടെ ആരംഭിച്ച് പ്രാർത്ഥനയോടുകൂടി അവരുടെ സ്വപ്നം മണ്ണിൽ അവസാനിപ്പിച്ച യാത്ര. നമ്മുടെ തീർത്ഥാടനങ്ങളും ഇപ്രകാരം അനുഗ്രഹമാകട്ടെ. നമ്മുടെ യാത്രകളും നമ്മുടെ തീർത്ഥാടനങ്ങളും പ്രാർത്ഥനയിൽ ആരംഭിച്ച് പ്രാർത്ഥനയിൽ പൂർത്തി. എത്ര തിരക്കാണെങ്കിലും ആരൊക്കെ കൂടിയില്ലെങ്കിലും പ്രാർത്ഥനയോടുകൂടി ഒരു ദിവസം അവസാനിപ്പിക്കണം. രാവിലെ ഒരുമിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ തീർത്ഥാടനം തുടങ്ങുമ്പോൾ സന്ധ്യയിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചു തന്നെ
നമ്മുടെ തീർത്ഥാടനങ്ങൾ പൂർത്തീകരിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായ ഈ 2026 അല്പനേരം നിങ്ങളോടൊപ്പം ആയിരിക്കാൻ തക്കവണ്ണം, ദൈവവചനത്തെ പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ഇടയായതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ വർഷം അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ ആരംഭിച്ച് പ്രാർത്ഥനയിൽ അവസാനിപ്പിക്കുന്ന പുണ്യദിനങ്ങൾ നമുക്ക് തമ്പുരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എങ്കിലും നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം സർവദാ നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. പ്രത്യേകിച്ച് അല്പനേരം ഈ പരിമല തിരുമേനിയുടെ മണ്ണിൽ പരിമലനാഥൻ്റെ കബറിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം, ധ്യാനിപ്പാൻ തക്കവണ്ണം തമ്പുരാൻ തന്ന അവസരത്തെ പ്രതി ദൈവത്തോട് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ പരിമല സെമിനാരിയുടെ മാനേജറും അസിസ്റ്റന്റുമാരും വന്നിരായ വൈദ്യശ്രേഷ്ഠർ എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും ഇത്ര നേരം ക്ഷമയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ജാഗരണത്തോടുകൂടി ശ്രവിച്ച നല്ലവരായ വിശ്വാസമൂഹത്തോടുമുള്ള സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാനൊരു വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.